നിങ്ങളുടെ ഹല്ലേലൂയ കേൾക്കുമ്പോൾ നിങ്ങളോട് ലോൺ തിരിച്ചു മേടിക്കാൻ വന്ന ബാങ്കുകാരുടെ ഒരു സാന്നിധ്യം പോലെ യേശുവിൻ്റെ സാന്നിധ്യം കേട്ടപ്പോൾ ഹല്ലേലൂയ പറഞ്ഞു. ജപ്തിക്കൊന്നും വന്നതല്ല, നിങ്ങളെ അനുഗ്രഹിക്കാൻ വന്നതാണ്, സൗഖ്യമാക്കാൻ വന്നതാണ്. അതുകൊണ്ട് ഒരു പ്രത്യാശയുള്ള ഹല്ലേലൂയ പറഞ്ഞാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഉണ്ടായിരുന്നൊരു പേരതായിരുന്നു. നമ്മുടെ നാട്ടുകാർ നമ്മുടെ പിതാക്കന്മാരെ അപമാനിച്ചാണെങ്കിലും വിളിച്ചുകൊണ്ടിരുന്നത് ഹല്ലേലൂയക്കാരെന്നാണ്. പക്ഷേ എപ്പോഴൊക്കെയോ ആരൊക്കെയോ പറഞ്ഞ് നമ്മുടെ ആ ശബ്ദമില്ലാതെയാക്കി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പെസഹ ലോകം മുഴുവൻ ആചരിക്കുകയാണ്. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ. പ്രൈസ് ദി ലോർഡ്. പെസഹയുടെ പ്രത്യേകത യഹോവയായ ദൈവം മോശയെ വിളിച്ചു പറഞ്ഞു, മോശേ, ഈ മാസം നിങ്ങളെ മാസങ്ങളുടെ ആരംഭ മാസമായിട്ട് തിരഞ്ഞെടുക്കണം. നമുക്ക് ജനുവരി പോലെ ചിങ്ങം പോലെ ഇസ്രായേലിന് ആബിബ് മാസങ്ങളുടെ ആരംഭമാക്കണമെന്ന് പറഞ്ഞത് ദൈവമാണ്. അങ്ങനെ ആരംഭമാകാൻ കാരണം 430 വർഷങ്ങൾ കഷ്ടമനുഭവിച്ച പീഡിപ്പിക്കപ്പെട്ട ജനത്തെ ദൈവം വിടിപ്പിക്കാൻ തീരുമാനിച്ച മാസത്തിൻ്റെ പേരാണ് ആബീബ് മാസം. ആ മാസം നിങ്ങളൊരു കാര്യം ചെയ്യണം. 10-ാം തീയതി എണ്ണി 1 തൊട്ട് 10 വരെ 10-ാം തീയതി സന്ധ്യയ്ക്ക് വീടൊന്നിന് ഊനമില്ലാത്ത 1 വയസ്സ് പ്രായമുള്ള ഒരാട്ടിൻകുട്ടിയെ മാറ്റിക്കെട്ടണം. 14-ാം തീയതി സന്ധ്യ വരെ അതിനെ മാറ്റിക്കെട്ടണം. 10-ാം തീയതി മുതൽ 14-ാം തീയതി സന്ധ്യ വരെ അതിനെ മാറ്റിക്കെട്ടണം. യാക്കോബിൻ്റെ സന്തതി പരമ്പരകളുടെ ഗുണം, അവര് ആടിനെ മേയിക്കുന്നവരാണ്. ഇപ്പം എല്ലാ വീട്ടിലെ കൂട്ടിലും ഇഷ്ടം പോലെ ആടുകളുണ്ട്. അപ്പനാടും അമ്മയാടും ആങ്ങളയാടും പെങ്ങളാടും നാത്തൂനാടും കൊച്ചപ്പനാടും എല്ലാം കൂടെ നിൽക്കുന്ന കൂട്ടിൽ നിന്ന് ഒരു ആടിനെ മാറ്റി കെട്ടിയാൽ അതിനോട് സ്റ്റേജിൽ വന്ന് ഇടയൻ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെന്ന് പറയണ്ട. അത് തന്നെ അലച്ചോളും. അതിനോട് ശബ്ദം കൂട്ടി അലയ്ക്കാൻ പറയണ്ട, അതിനുള്ള ശബ്ദത്തിൽ അലച്ചോളും. എന്നെ ആടെ ഇങ്ങനെ അലയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, കൂട്ടിന്ന് വേർപെട്ടു പോയി. സ്വോത്രം പറഞ്ഞില്ല. കൂട്ടിന്ന് വേർപെട്ടാൽ അതിനെ ആരും പിന്നെ തുള്ളിക്കുകയും ചാടിക്കുകയും ഒന്നും വേണ്ട, അത് അലച്ചോളും. പിണ്ണാക്ക് കൊണ്ട കൊടുത്താൽ തിന്നത്തില്ല, കൊന്നേല കൊടുത്താൽ കഴിക്കത്തില്ല. ഓട്ടോമാറ്റിക്കലി ഉപവാസമാണ്. കൂട് വിട്ടാൽ പിന്നെ കഴിപ്പൊക്കെ കുറയും. പ്രൈസ് ദി ലോർഡ്. മിസ്രൈമ്യർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം ആടലയ്ക്കുന്നതാണ്. നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തത് നമ്മളിങ്ങനെ ഉറക്കെ ഹല്ലേലൂയ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തിന് ചെവി പൊട്ടിയതാണോ, ഇത്ര ഉറക്കെ കിടന്ന് അലച്ചാലേ കേൾക്കത്തുള്ളൂ എന്നൊക്കെ ചോദിച്ച് കേട്ട് നമ്മളിപ്പോൾ എല്ലാവരും നിർത്തി. പ്രൈസ് ദി ലോർഡ്. കോവിഡ് വന്നപ്പോൾ നമ്മുടെ വായിക്ക് മാസ്ക് വെച്ച് കെട്ടിയത് കൊണ്ട് മാസ്ക് ഇല്ലെങ്കിലും നമ്മുടെ ധാരണ അത് വെച്ചിട്ടുണ്ടെന്നുള്ള ധാരണയല്ല ഇപ്പം നമ്മൾ ഹല്ലേലൂയ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. 14-ാം തീയതി സന്ധ്യയ്ക്ക് ഈ ആടിനെ എല്ലാം ഒരു ടൈമിൽ അറുത്തു. മൊത്തം വീട്ടിലെ ആടിനെ ഒറ്റ ദിവസം അറുത്തപ്പോൾ എല്ലാം ഹല്ലേലൂയയായി ഒന്നിച്ചു നിന്നു. ആടിൻ്റെ അലയെല്ലാം ഒന്നിച്ചു നിന്നു. അലച്ചലച്ച് തന്നെ നിന്നതാ. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. നീ യാഗമാകുന്നത് വരെ അലയ്ക്കണം. അലച്ചാൽ നിനക്കൊരു പുറപ്പാടുണ്ട്, നിനക്കൊരു കടന്നുപോക്കുണ്ട്. നിനക്ക് വിരോധമായി വരുന്ന സംഹാരകൻ നിന്റെ കൂടാരം വിട്ടൊഴിഞ്ഞു പൊക്കോളും. മാറ്റിക്കെട്ടിയ കുഞ്ഞാട് അലച്ച് യാഗമായവന്റെ ഒന്നും കൂടാരത്തിൽ സംഹാരകൻ കടന്നില്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ കൈമിടുക്കോ കൈക്കരുത്തോ അല്ല നിന്റെ വിടുതലിന് കാരണം. ഉള്ള ശബ്ദത്തിൽ നീ ദൈവത്തെ സ്തുതിച്ചാൽ ദൈവം നിന്റെ കൂടാരത്തിന്റെ ഉള്ളറകളിൽ വിടുതൽ തരുമെന്ന് ഉറപ്പുള്ളവർ ഇന്ന് രാത്രി ആ കരമൊന്ന് ചേർത്തടിച്ച് അഭിഷേകത്തോടെ ഒരു പെന്തക്കോസിന്റെ തനിമയിലുള്ള ആരാധന. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് 1000 സംവത്സരം ഇന്നലെ കഴിഞ്ഞു പോയ ഒരു ദിവസം പോലെ. അങ്ങനെയാണെങ്കിൽ 4000 സംവത്സരം ആദാം മുതൽ യേശുക്രിസ്തു വരെ ഉണ്ട്. ആ 4000 സംവത്സരങ്ങളെ ഈ 4 ദിവസത്തോട് ചേർത്ത് നമുക്ക് ഉപമയായി പഠിക്കാം. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഊനമില്ലാത്ത കുഞ്ഞാടിനെ മാറ്റിക്കെട്ടത് മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞല്ല, മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞല്ല, ഏതിനെ നിന്ന് പുറത്താക്കിയ ശേഷവുമല്ല, മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പേ, മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പേ, മനുഷ്യനെ പാർക്കാൻ ഈ ലോക സൃഷ്ടിക്കുന്നതിന് മുമ്പേ, ലോക സ്ഥാപനത്തിന് മുമ്പേ, ഹലോ, ലോക സ്ഥാപനത്തിന് മുമ്പേ പിതാവ് ചോദിച്ചു, പുത്ര, നമ്മളെ സൃഷ്ടിക്കാൻ പോകുന്ന മനുഷ്യൻ നമ്മൾ ഏത് നല്ല ഏതിനെ കൊണ്ടാക്കിയാലും അവൻ പാപം ചെയ്യും. അവൻ പാപം ചെയ്താൽ ഒന്നാമത് സംഭവിക്കുന്ന തേജസ് അവനെ വിട്ടുമാറും, അവൻ മരണത്തിന് അധീനപ്പെടും. അങ്ങനെ വന്നാൽ ആടുകളുടെ രക്തത്തിനോ കാളയുടെ രക്തത്തിനോ അവനെ വീണ്ടെടുക്കാൻ കഴിയത്തില്ല. എന്തു ചെയ്യണമെന്ന് സ്വർഗം തീരുമാനിക്കോ. പുത്രൻ പറഞ്ഞു, എന്നെ അങ്ങോട്ട് മാറ്റിക്കെട്ടിക്കോ, ഞാൻ പകരം മറുവില യാഗമായേക്കാം എന്ന് പിതാവിനോട് സമ്മതിച്ചപ്പോൾ പിതാവ് അങ്ങോട്ട് മാറ്റിക്കെട്ടിക്കഴിഞ്ഞാണ് നമ്മളെ സൃഷ്ടിച്ചത്. പ്രൈസ് ദി ലോർഡ്. നീ ഒരു പെസക ഈ ലോകം ആചരിക്കുമ്പോൾ ഓർത്തോണം, നിന്റെ പെസക കുഞ്ഞാട് നിനക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന്. ഹല്ലേലൂയ. ഇവിടെ വന്നിരുന്ന് ആരാധിക്കേണ്ടത് പി സി ചെറിയാന്റെ പ്രസംഗത്തിന്റെ ഓളം കേട്ടല്ല, നിന്റെ വീണ്ടെടുപ്പിന്റെ വില ഓർത്തിട്ടാ. നിനക്ക് വേണ്ടി സ്വർഗം എന്താ ചെയ്തതെന്ന് ഓർത്തു വേണം നീ ദൈവത്തെ ആരാധിക്കുവാൻ. സന്തോഷമുള്ളവരുണ്ടെങ്കിൽ കരമൊന്ന് ചേർത്തടിച്ചിന്ന് രാത്രി ആത്മനിറവോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. പെസഹായുടെ രാത്രിയിൽ യേശു പറഞ്ഞ ഒരു വാക്ക് വായിച്ച് നമുക്കിന്ന് രാത്രി അല്പസമയം ധ്യാനത്തോടെ ദൈവത്തെ സ്തുതിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിന് 31-32 വാക്യങ്ങൾ. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരെയും എങ്കിൽ ഇടറും. ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്നോ എഴുതിയിരിക്കുന്നുവല്ലോ. അടുത്ത വാക്യം. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയിലേക്ക് പോകും. നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും. ഒരു വാക്യം കൂടെ ദേവദാസൻ വായിക്കുന്നു. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 9-10 വാക്യം കൂടെ. എന്നാൽ യേശു അവരെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. അവരടുത്ത് ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. യേശു അവരോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവിൻ, അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. ഒരു നിമിഷം നമ്മുടെ കണ്ണടച്ച് പ്രാർത്ഥിക്കുക. നല്ല കർത്താവേ, 2 രാത്രികൾ നിന്റെ അഭിഷക്തന്മാരെ നീ ഉപയോഗിച്ചു. ഇന്ന് രാത്രിയിൽ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ 7 നിന്റെ വചനവുമായി നിൽക്കുന്നു. ജനത്തെ വിവേചിച്ച് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കണമേ. ദൈവവചന വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. ഈ രാത്രിയിലും അങ്ങ് തന്നെ മഹത്വമെടുക്കണമേ. നിന്റെ ആ മുറിവേറ്റ കരം ഇന്ന് രാത്രി, ആ ഉയർപ്പിന്റെ പ്രഭാതത്തിലെ സഹോദരിമാർ പാദം തൊട്ട് നമസ്കരിച്ച ആ കാലുകൾ ഞങ്ങളുടെ ഈ പന്തലിൽ നെടുകയും കുറുകയും ഉലാവുന്നതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അമർച്ച ചെയ്യുന്നു. ഈ രാത്രി ഞങ്ങളോട് ദയ തോന്നി ദൈവാത്മ മണ്ഡലം ഞങ്ങൾക്കായി തുറക്കണമേ. ഒരത്ഭുതത്തിന്റെ രാത്രിയാക്കി മാറ്റണം യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കലൂടെ നമ്മുടെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. പെസഹായുടെ രാത്രിയിൽ കർത്താവ്
വിരിച്ചൊരുക്കിയ മാളിക മുറിയിൽ ശിഷ്യന്മാരുമായി കടന്നു വന്ന് പാദം കഴുകി അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി പുതിയൊരു നിയമം സ്ഥാപിച്ചു. ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിപ്പീൻ. അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി ഇത് പുതിയ നിയമത്തിൽ എൻ്റെ രക്തമാകുന്നു, വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ വരുന്നതുവരെ നിങ്ങളിതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം എന്ന് ഒരു പുതിയ കൽപ്പന കൊടുത്തിട്ട് കർത്താവ് സ്തോത്രഗാനം പാടി 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കുന്നു. 26-ന്റെ 30-ാമത്തെ. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. നമുക്കേറെ സുപരിചിതമായൊരു വേദഭാഗം. ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോകുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും ചിതറിപ്പോകും, ഞാൻ ഏകനാകും. പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരുന്നു, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഹലോ, 32-ാമത്തെ വാക്യം, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഗെത്സമനെ ചെന്നിട്ടില്ല, 30 കാശ് വാങ്ങി യൂദ ഒറ്റി കൊടുത്തിട്ടില്ല, പടയാളികൾ യേശുവിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിനൊക്കെ മുമ്പേ ഞാൻ ചാകുമെന്നല്ല പറഞ്ഞത്, ഒരു സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഈ രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രഥമ ദൂത്, ഒടുക്കിക്കളയുമെന്ന് പറയുന്നിടത്ത് ഉയർത്തുന്നൊരു കർത്താവ് ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നവന് മാത്രമേ സ്തോത്രം പറയാവുള്ളൂ. ഹല്ലേലൂയ. നിന്നെ ഉന്മൂലനാശം വരുത്തുമെന്ന് പറയുന്ന ശക്തി ഒരു മതമാകട്ടെ, ഒരു ജാതിയാകട്ടെ, ഒരു സൈന്യമാകട്ടെ, നീ ഇന്ന് രാത്രി യേശുവിന്റെ വാക്ക് വിശ്വസിക്കണം. യേശു പറഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് തീരുകയല്ല, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഈ രാത്രി പ്രഥമ ദൃഷ്ടിയിൽ ദൈവം ആരോടോ പറയുന്നു, നിനക്ക് ഈ രാത്രിയിൽ ഒരു ഉയർപ്പുണ്ട്. ഈ വർഷത്തിന്റെ 4-ാം മാസം ദൈവം ഉയർത്തെഴുന്നേറ്റ യേശു എനിക്കും ഒരു ഉയർപ്പ് തരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവര് മാത്രമേ ആരംഭത്തിൽ ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഞാൻ ഗലീലയ്ക്ക് പോകും. ഒരു പ്രവചന ദൂത് പോലെ പറഞ്ഞിട്ട് മത്തായി 28-ന്റെ 9-ാമത്തെ വാക്യത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റു കഴിഞ്ഞു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കാണാൻ ചെന്ന സഹോദരിമാര് യേശുവിനെ കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ട് അവന്റെ കാൽക്കൽ വീണ് അവനെ ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു അവരോട് പറയുകയാണ്, ആ വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. എന്നാൽ യേശു അവരെ എതിരേറ്റ് നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്ന് അവന്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. യേശു അവരോട് ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവീൻ. മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാക്യം ഇവിടെ ആവർത്തിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ ശേഷം പറയുകയാണ്, എന്റെ സഹോദരന്മാരോട് ചെന്ന് പറഞ്ഞു, നിങ്ങൾ ഗലീലയ്ക്ക് പോകുവീൻ, അവിടെ വെച്ച് അവരെന്നെ കാണും. ഇനി വളരെ പ്രാർത്ഥനയോടെ നമുക്കൊരു അല്പനിമിഷം പാദപീഠത്തിലായിരിക്കാം. പലസ്തീൻ എന്ന് അറിയപ്പെടുന്ന ഈ രാജ്യം 3 പ്രവിശ്യകളായി തിരിച്ചിരിക്കുകയാണ്. അങ്ങ് തെക്ക് യഹൂദിയ, മധ്യഭാഗം ശമരിയ, വടക്ക് ഗലീല. ഹെർമോനിയ പർവ്വത നിരകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന നീരുറവകൾ പല വഴിയായി വന്ന് ഒന്നിച്ചു ചേർന്ന് ഒരു നദിയാകുകയാണ്. ആ നദിയുടെ പേര് യോർദാൻ നദിയെന്ന്. യോർദാൻ നദി യഹൂദയിലൂടെ ശമരിയിലൂടെ ഒഴുകി ഗലീലയിൽ വരുമ്പോഴത്തേക്ക് ഒരു വലിയ ശുദ്ധജല തടാകമായി മാറുകയാണ്. ഏതാണ്ട് 13.5 മൈൽ നീളവും 3.5 മൈൽ വീതിയും 150 അടി താഴ്ചയുമുള്ള
മധ്യേഷ്യയിലെ ശുദ്ധജല തടാകം, ഒരു കടലല്ല, പക്ഷേ അവരിത് വിളിക്കുന്നത് കടലെന്നാണ്. ഗലീല കടലെന്ന് കുറച്ചു പേര് വിളിക്കുമ്പോൾ ആ നാട് ഭരിച്ച തിബെരിയാസ് കൈസരുടെ ഓർമ്മയ്ക്കായി തിബെരിയാസ് കടലെന്ന് രണ്ടാമതൊരു പേരുണ്ട്, ബെസൈദ കടലെന്ന് മൂന്നാമതൊരു പേരുണ്ട്, ഗന്നസരേത്ത് തടാകമെന്ന് നാലാമതൊരു പേരുണ്ട്. ദാവീദിന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കിന്നരത്തോടുള്ള ബന്ധത്തിൽ കിന്നോരോത്ത് കടലെന്നും ഒരു പേരുണ്ട്. അങ്ങനെ വ്യത്യസ്തതയാർന്ന 5 പേരുകളിൽ അറിയപ്പെടുന്ന ഈ കടൽ വാസ്തവത്തിൽ ഒരു കടലല്ല, ഒരു തടാകമാണ്. പ്രൈസ് ദി ലോർഡ്. ഗബ്രിയേൽ ദൂതൻ ഈ ഗലീലയിലെ നസറേത്തിൽ വന്നാണ് മറിയ എന്ന കന്യകയോട് ദൂത് പറഞ്ഞത്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അവ സർവ്വജനത്തിൻ്റെയും പാപത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ളവനാകയാൽ നീ അവന് യേശു എന്ന് പേരിടണം. പ്രൈസ് ദി ലോർഡ്. വാസ്തവത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന യോസഫ് ജന്മം കൊണ്ട് യഹൂദനാണ്. പക്ഷെ തൊഴിലിനോടുള്ള ബന്ധത്തിൽ വന്ന് പാർക്കുന്നത് ഗലീലയിലെ നസറേത്തിലാണ്. ജോലി തേടി വന്ന് അങ്ങനെ പാർക്കുകയാണ്. അങ്ങനെ ഗലീലയിൽ പാർക്കുന്ന മറിയ ഗർഭവതിയായി. പ്രസവകാലം അടുക്കുന്ന സമയത്ത് ഒരു നിയമം വന്നു, എല്ലാവരും പാർക്കുന്ന അതാത് സ്ഥലത്ത് പോയി അവരുടെ പേര് ചേർക്കാം. അങ്ങനെ വന്നപ്പോൾ ഈ ഗർഭിണിയായ സഹോദരിയെ കൂട്ടിക്കൊണ്ട് യോസഫ് ഗലീലയിൽ നിന്ന് അങ്ങ് ശമരിയൊക്കെ കടന്ന് യഹൂദയിലെ ബേദലഹേമിൽ ചെന്നു. ബേദലഹേം എബ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതെങ്കിലും തന്റെ ജനത്തെ മേയ്പ്പാനുള്ളവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്ന വാഗ്ദത്തം നിവർത്തിക്കാൻ ഗലീലിലെ നസ്രത്തിൽ വെച്ച് ഗർഭിണിയായ മറിയ ബേദലഹേമിൽ ചെന്നപ്പോൾ പ്രസവ വേദന ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഒരു വഴിയമ്പലത്തിൽ പോയി വാടകയ്ക്ക് റൂം എടുത്ത് പ്രസവിക്കാനുള്ള പൈസ ഇല്ലാഞ്ഞതുകൊണ്ട് വഴിയിൽ എവിടെയോ പ്രസവിച്ച കുഞ്ഞിനെ കിടത്താൻ അവർക്ക് വഴിയമ്പലത്തിന് ഇടമില്ലെന്ന് എഴുതി. എല്ലാവർക്കും ഇല്ലെന്നല്ല, അവർക്കില്ലെന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. കണ്ടൊരു പുൽത്തൊഴുത്തിൽ കുഞ്ഞിനെ കിടത്തി. ദൈവത്തിൻ്റെ കൃപ ലഭിച്ച മറിയ അവിടെ വെച്ച് പ്രസവിച്ചെങ്കിലും ഞാൻ എൻ്റെ മകനെ മിസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തി എന്ന പ്രവചനം നിവർത്തിക്കാൻ ലക്ഷണം തെറ്റി വന്ന വിദ്വാൻമാർ പറഞ്ഞ വാക്ക് കേട്ട് കുഞ്ഞിനെ കൊല്ലാൻ ഹേരോദാവ് തീരുമാനിച്ചപ്പോൾ സ്വപ്നത്തിൽ യോസഫിന് ദൈവം വെളിപ്പെട്ട് പറഞ്ഞു, യോസഫേ, പൈതലിനെ കൊല്ലാൻ ഹേരോദാവ് ശ്രമിക്കുന്നു, നീ പൈതലിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ കർത്താവ് ഒരു പ്രാവശ്യമേ വിദേശ യാത്ര ചെയ്തിട്ടുള്ളൂ. ഹലോ, പ്രൈസ് ദി ലോർഡ്. മിസ്രൈമിലായിരിക്കുമ്പോൾ കൊല്ലുമെന്നും വളർത്തത്തില്ലെന്നും പറഞ്ഞവൻ മരിച്ചു. പക്ഷെ യേശു വളർന്നു. പൈതൽ വളർന്നു എന്ന വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു ആവേശം വരണം. വളർത്തത്തില്ലെന്ന ആധിപത്യങ്ങളും രാജാവും പറഞ്ഞ്, പക്ഷെ വളർത്തത്തില്ലെന്ന് പറഞ്ഞവൻ തകർന്നു. പക്ഷെ യേശു വളർന്നു. അത് സഭയാകട്ടെ, നിന്റെ കുടുംബമാകട്ടെ, ശുശ്രൂഷയാകട്ടെ, എവിടെ വളർത്തത്തില്ലെന്ന് പറഞ്ഞാലും സ്വർഗം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം നിന്നെ നിശ്ചയമായി വളർത്തുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. പിന്നെ മോശയെ കുറിച്ചും പറവോൻ പറഞ്ഞത് കൊല്ലുമെന്നാണ്. പക്ഷെ അവിടെ ഒരു വാക്യമുണ്ട്, മോശ താനും വളർന്നപ്പോൾ. എവിടൊക്കെ ദൈവത്തിന് പദ്ധതിയുള്ളവനെ തകർക്കാൻ നോക്കിയാലും അവിടെയെല്ലാം ദൈവം അവനെ വളർത്തും. ഇന്ന് രാത്രിയിലും നീ ഉറപ്പായി വിശ്വസിച്ചോണം, ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ വളർത്തും.
എന്റെ മകനെ മിസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തിയെന്ന പ്രവചനം നിവർത്തിയാകാൻ ഹേരോദാവ് മരിച്ചപ്പോൾ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, യോസഫേ, പൈതലിനെ കൊല്ലുമെന്ന് പറഞ്ഞവൻ മരിച്ചു, അതുകൊണ്ട് പൈതലുമായി പാം പറഞ്ഞപ്പോൾ വീണ്ടും വന്ന് ബേത്ലഹേമിൽ പോകാതെ നസറേത്തിൽ വന്ന് പാർത്തു. ബേത്ലഹേമ്യൻ എന്നാണ് വാസ്തുവിൽ അറിയപ്പെടേണ്ടതെങ്കിലും നസ്രായൻ എന്നാണ് യേശു അറിയപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഈ യഹൂദയിൽ ഒരുമാതിരി സ്റ്റാൻഡേർഡുള്ള വിദ്യാഭ്യാസമുള്ള നല്ല ആളുകൾ പാർക്കുന്ന സ്ഥലമാണ്. 3ഓളം വലിയ യൂണിവേഴ്സിറ്റികളൊക്കെ ഉള്ള യഹൂദയിൽ പാർക്കുന്നവർക്ക് എബ്രായ ഭാഷ നന്നായിട്ട് അറിയാം, ഗ്രീക്ക് ഭാഷ നന്നായിട്ടറിയാം, അരാമ്യ ഭാഷ നന്നായിട്ടറിയാം. പിന്നെ ഇപ്പൊ റോമൻ ഭരണമായതുകൊണ്ട് റോമൻ ലിപിയും കുറച്ചവർക്ക് അറിയാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഈ ഗലീലയിൽ പാർക്കുന്നവർക്ക് ആകെ അറിയാവുന്നൊരു ഭാഷ അരാമ്യ ഭാഷയാണ്. ഒരല്ലേലൂയ പറയാം. അപ്പം ജന്മം കൊണ്ട് ബേത്ലഹേമിലാണെങ്കിലും വലിയ ഭാഷാ പരിജ്ഞാനം ഒന്നുമില്ലാത്ത ഗലീലയിൽ വന്ന് പാർക്കാൻ കർത്താവ് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ വേദപുസ്തകത്തിൻ്റെ സൈഡിലെ ഒരു 3-4 പടങ്ങളുണ്ട്. അതിലൊരു പടം ഈ രാജ്യങ്ങളുടെ പടമാണ്. ഏതായാലും പുസ്തകം അടിക്കില്ല, എന്നാൽ പിന്നെ 3-4 പേജ് കൂടെ ചുമ്മാ കിടന്നോട്ടെ, ഒരു വെയിറ്റ് വരാൻ വേണ്ടി ഇട്ടേക്കുന്നൊന്നുമല്ല. അതുകൊണ്ട് ഇടയ്ക്ക് ആ പേജ് കൂടെ വായിക്കാമൊന്നുമില്ല, നോക്കുന്നതൊക്കെ നല്ലതാ. ഒരല്ലേലൂയ പറഞ്ഞത് അത് പിള്ളേരുടെ ഫോൺ നമ്പർ കുറിച്ച് വെക്കാനുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം അതിനകത്ത് 20 പട്ടണങ്ങൾ ചേരുന്നതാണ് ഈ ഗലീല. ശാന്തമായി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? കോരശീൻ, കപർന്നഹൂം, മഗദ, കാനാവ്, തിബിരിയാസ്, നസ്രേത്ത്, നയീൻ, ബെത്സയിദ, ഗദര, ദെക്കപ്പോലി. ദെക്കപ്പോലി എന്ന് പറയുന്നത് തന്നെ 10 പട്ടണങ്ങളാണ്. അങ്ങനെ 20 പട്ടണങ്ങൾ ചേരുന്നതാണ് ഗലീല. അവിടെ പാർക്കുന്നവർക്ക് എത്ര ഭാഷ അറിയത്തുള്ളൂ? ഒരു ഭാഷ, അരാമ്യ ഭാഷ. ഇനി ഈ അരാമ്യ ഭാഷയിൽ തന്നെ വളരെ ലളിതമായി കർത്താവ് പറയുകയാണ്, ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പോയി, കുറച്ച് വഴി വീണ് പറവ കൊത്തിക്കൊണ്ടുപോയി, കുറച്ച് മുള്ളിനിട വീണു, വളർന്നെങ്കിലും മുള്ളു ഞെരുക്കുകയാൽ അത് ഫലം കായ്ക്കാതെ, കുറച്ച് പാറസ്ഥലത്ത് വീണും അല്പം മണ്ണയുള്ളതുകൊണ്ട് വെയിലടിച്ചപ്പോൾ ഉണങ്ങിപ്പോയി, കുറച്ച് നല്ല നിലത്ത് വീണത് 100 മേനി വിളഞ്ഞു. വൈകിട്ട് ഈ പാവപ്പെട്ട ശിഷ്യന്മാർ വന്ന് ചോദിക്കുകയാണ്, പകലാ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? ഹലോ. അപ്പൊ ഇവർക്ക് ഭാഷ അറിയാമെങ്കിലും ഒരു ചെറിയ കാര്യം പോലും ഗ്രഹിക്കാൻ കഴിവില്ലാത്ത നാടാണ് ഗലീല. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? പ്രൈസ് ദി ലോർഡ്. പക്ഷെ കർത്താവ് ഈ ജ്ഞാനികളായ യഹൂദന്മാരെ ഉൾപ്പെടെ ലജ്ജിപ്പിക്കേണ്ടതിന്, നിങ്ങളുടെ ഒരു സ്തോത്രം പറയുമെന്ന് ഞാൻ വിചാരിച്ചേ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ബലവാന്മാരെന്നും ജ്ഞാനികളെന്നും പറയുന്ന യഹൂദന്മാരെ ലജ്ജിപ്പിക്കേണ്ടതിന് അരാമ്യ ഭാഷയിൽ പറയുന്ന ഒരു കാര്യം പോലും നന്നായി ഗ്രഹിക്കാൻ അറിയത്തില്ലാത്ത ഗലീലക്കാരെ തെരഞ്ഞെടുക്കാൻ തയ്യാറായി. ഇന്ന് രാത്രിയിലും പൊടിയാട്ടുവിളയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അഭിഷക്തന്മാരുടെ നിരയിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ അകത്തൊരാവേശമുണ്ട്. ഒന്നിനും കൊള്ളത്തില്ലാത്തതിനെ തെരഞ്ഞെടുത്തിട്ട് കൊള്ളാവുന്നവരാക്കി മാറ്റുവാൻ, ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന് പോറ്റത്തമാതിനെ തെരഞ്ഞെടുക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ നസ്രേത്തിൽ വന്ന് പാർക്കുന്ന കർത്താവ് 12ാമത്തെ വയസ്സിൽ നസ്രേത്തിലുള്ള ഒരു സിനഗോഗിൽ പ്രത്യക്ഷപ്പെട്ട ശേഷം പിന്നെയുള്ള ഒരു 18 വർഷത്തെ കാര്യങ്ങൾ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്തത് കൊണ്ട് നമുക്കൊത്തിരി കാര്യം ലഭ്യമല്ല. 30ാമത്തെ വയസ്സിൽ ഈ യോർദാനിൽ, ഈ ഗലീലയിൽ യോഹന്നാന്റെ കൈക്കീഴെ സ്നാനപ്പെടും. അതുവരെ കർത്താവിനെ കുറിച്ച് നാട്ടുകാർ വിചാരിച്ചിരുന്നത് അതൊരു ഉണ്ണീശോ ആണ്, യോസഫിന്റെ മകനാണ്, തച്ചന്റെ മോനാണ്, മറിയയുടെ മോനാണ്, വേശ്യാപുത്രനാണ് എന്നൊക്കെയുള്ള തെറ്റായ ഒത്തിരി ധാരണകളുള്ള സമയത്ത് 30 വയസ്സ് വരെ താൻ ആരാണെന്ന് ആരോടും പറഞ്ഞില്ല. 30ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട് എഴുന്നേൽക്കുമ്പോൾ
സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ആളത്തമായി പ്രാവെന്ന പോലെ ഇറങ്ങി. ഉയരത്തിൽ നിന്ന് പിതാവ് വിളിച്ചു പറഞ്ഞു, തച്ചന്റെ മോനല്ല, മറിയയുടെ മോനുമല്ല, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. ഈ രാത്രി കരമടിച്ച് നല്ലൊരു ഹല്ലേലൂയ പറയണം. നാം സേവിക്കുന്ന ദൈവം ഇന്ന് രാത്രി ആരാന്നറിഞ്ഞ് അവനെ ആരാധിക്കണം. ഹല്ലേലൂയ. അതുവരെ പിശാച് തെറ്റിദ്ധരിച്ചു പാപം യാഗം കഴിച്ച് നിയമം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച ഹാബേലായിരിക്കും സ്ത്രീയുടെ സന്തതി എന്ന്. അതിനവനെ അരുങ്കൊല ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പിന്നിങ്ങോട്ട് സാധ്യതയുള്ള സഹോദരിമാരെ എല്ലാം മച്ചിമാരാക്കി. തലമുറകളുടെ ജനനത്തെ തടഞ്ഞു. ജനിച്ചവരെയൊക്കെ ഓരോന്നോരോന്നായി ഇല്ലായ്മ ചെയ്യാൻ നോക്കി. മോശയെ വരെ അവൻ ജനനത്തിങ്കൽ ദിവ്യസുന്ദരനായിരുന്നത് കൊണ്ട് അവനെ തകർക്കാൻ നോക്കി. ഇവൻ ധരിച്ചത് ഇവരാരെങ്കിലും ആയിരിക്കും എൻ്റെ തല തകർക്കുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്. 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ പരസ്യ പ്രഖ്യാപനം സ്വർഗം നടത്തിയപ്പോൾ ഇവന് മനസ്സിലായി, എൻ്റെ തല തകർക്കുന്നവൻ ഇവനാണ്. ഞാൻ ഇവൻ എവിടെയും കൊട്ടാരത്തിൽ ജനിക്കും, എന്നിട്ട് കൊല്ലാമെന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും ജനിച്ചത് കൊട്ടാരത്തിലല്ല. ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ഒരു കാര്യപരിപാടി ദൂതായിട്ട് ഞാൻ പറയാൻ കേട്ടോ. യോഹന്നാന്റെ പ്രസംഗം കത്തിക്കേറിയപ്പോൾ പിശാച് വിചാരിച്ച് ഇവനായിരിക്കും ഒരു പക്ഷെങ്കിൽ എൻ്റെ തല തകർക്കുന്നത്. യോഹന്നാന്റെ ഇടയ്ക്ക് ചെന്ന് ഇവനിങ്ങനെ നിന്നു. യോഹന്നാൻ പറഞ്ഞു, ഞാനല്ല, എൻ്റെ പിന്നാലെ വരുന്നവൻ, അവന് ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ വളരണം, ഞാൻ കുറയണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവന് മനസ്സിലായി ഇവനല്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോർദാനിൽ ചെന്ന് സ്നാനം നടത്തുമ്പോൾ ഈ യേശു പറയുകയാണ്, ഇപ്പൊ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്കുചിതം. പ്രൈസ് ദി ലോർഡ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവന് യോഹന്നാൻ നിന്നെക്കാട്ടി വലിയത്. അപ്പൊ പിശാചിന് കൺഫ്യൂഷനായി. അവൻ പറയുന്നത് ഞാനല്ല, ഇവൻ പറയുന്നത് അവനാ വലുതെന്ന്. നിങ്ങളുടെ കൂടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. യേശു പറയുകയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൻ നിന്നെക്കാട്ടി വലിയവൻ ആരും ഇല്ല. അങ്ങനെയാണ് സ്ത്രീയുടെ സന്തതിയിൽ ഏറ്റവും വലിയതാരാ? പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ പറയുന്നത് ഞാനല്ല, എൻ്റെ പിന്നാലെ വരുന്നവനാ. അപ്പൊ ഇവനാകെ കൺഫ്യൂഷനായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിനക്ക് വരേണ്ട നന്മയെ തടയാൻ അവൻ ഏത് കുറുക്കുവഴി നേടിയാലും അവന് കൺഫ്യൂഷൻ വരുത്തി നിന്നെ വിടിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. സന്തോഷമുണ്ടല്ലേ? സ്തോത്രം പറയാവുള്ളൂ. ഇതൊക്കെ ഒരു ദൂത് പോലെ ഞാനങ്ങ് പറയുകയാണ്. നിനക്ക് തെറ്റിദ്ധാരണ വരുത്തിയിട്ട് ദൈവം നിന്നെ മാനിക്കുന്ന ദൈവമാണ്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. എന്നിട്ട് ഈ സ്വർഗത്തിന്റെ വാക്ക് കേട്ട ഇവന് നേരെ മരുഭൂമിയിലേക്ക് ഉപവസിക്കാൻ പോയതിന്റെ പുറകെ 40 ദിവസം സ്വസ്ഥത കൊടുക്കാതെ പുറകിൽ ഒരു കാട്ടുമൃഗങ്ങളെ പോലെ ശല്യം ചെയ്തു. 40-ാമത്തെ ദിവസം 3 വലിയ പരീക്ഷകൾ. ഈ പരീക്ഷകളെല്ലാം കർത്താവ് വചനം കൊണ്ട് വെട്ടി. വചനത്താൽ വെട്ടി ജയമെടുത്ത കർത്താവ് ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് തിരിച്ചു വന്നു. ഒരു ഹല്ലേലൂയ പറയണം. ഗലീല എന്ന് പറയുന്നത് നമ്മളെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായം വായിക്കുമ്പോൾ അതീവ ഗൗരവത്തോടെ പഠിക്കേണ്ട ഒരു പട്ടണമാണ് ഗലീല. നമ്മുടെ ശലോമോൻ ആലയവും അരമനയും ഒന്നിച്ച് പണി കഴിപ്പിച്ചു. ആലയവും അരമനയും ഒന്നിച്ച് പണി കഴിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിനാവശ്യമായിരിക്കുന്ന സരളവൃക്ഷവും ദേവദാരുവും എല്ലാം കൊടുക്കാൻ സമീപ രാജ്യമായ രാജ്യത്തിലെ രാജാവിനെ ചെന്ന് ആവശ്യപ്പെട്ടു. ഇദ്ദേഹത്തിന് ആവശ്യമായ മുഴുവൻ തടിയും ദേവദാരുവും സരളവൃക്ഷവും സുലഭമായി വളരുന്ന ആ മനുഷ്യന് ഇതെല്ലാം സൗജന്യമായിട്ട് കൊടുത്തു. എല്ലാം പണി കഴിച്ച് ഡെഡിക്കേഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ആഗ്രഹം, ഇതെല്ലാം ചുമ്മാ തന്ന ഈ രാജാവിനെ ഒന്ന് ആദരിക്കണം. അതിന് അദ്ദേഹം പറഞ്ഞു, സഹോദര, എൻ്റെ ഗലീല ദേശം 20 പട്ടണം ചുമ്മാ തന്നേക്കാം. അയക്ക് ഭയങ്കര സന്തോഷമായി. തടി കൊടുത്തപ്പോൾ ഒരു രാജ്യത്തിന് നേർപകുതി എനിക്ക് തന്നല്ലോ. ഈ പട്ടണമെല്ലാം കാണാമെന്ന് വിചാരിച്ച് സൈന്യസമേതനായിട്ട് ഇദ്ദേഹം ഇവിടെ വന്നു, ഗലീലയിൽ വന്നു. ഗലീല വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നല്ല തൃപ്തിയായി. സ്തോത്രം. അദ്ദേഹം വിളിച്ചു, എടാ സഹോദര ശലോമോനെ, നല്ല ഒന്നാന്തരം സരളവൃക്ഷവും ദേവദാരുവും തന്നതിന് ഈ സ്ഥലമാണോ നീ എനിക്ക്? ഇത് ആർക്ക് വേണോടാ?
പ്രൈസ് ദി ലോർഡ്. അന്ധതമസുള്ള, കൂരിരുട്ടുള്ള, അജ്ഞതയുള്ളവർ മാത്രം പാർക്കുന്ന ഈ സ്ഥലം ആർക്ക് വേണം? എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കാബൂൾ എന്ന് പേരിട്ടു പോയി. അല്ലേ പറഞ്ഞേ? ഇന്ന് രാത്രി കൂടി വന്നോട് ഞാൻ പറയുകയാണ്, എഴുതി തള്ളിയ ചിലതിനെ. ഹല്ലേലൂയ. ഇതാർക്ക് വേണമടാന്ന് ചോദിച്ച ചിലതിനെ സ്കൂളിൽ സാർ നിന്നെ കഴുതയെന്നോ പൊട്ടനെന്നോ പൊട്ടിയെന്നോ ഒക്കെ വിളിച്ചു കാണും. ഗതിവരത്തിലെന്ന് വീട്ടുകാർ പറഞ്ഞു കാണും. പക്ഷെ അങ്ങനെ ഉള്ളതിനെ തേടി വരുന്ന ഒരു യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലിയിലേക്ക് വന്നെങ്കിൽ ഈ പൊടിയാട്ടുവിളയിൽ ഇന്ന് രാത്രിയിൽ യേശു പൂർണ്ണ ശക്തിയോടെ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ, ഓ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. വേണമെങ്കിൽ കർത്താവിന് ബേത്ലഹേമിലെ ദേവാലയത്തിൽ ചെന്ന് പുസ്തകം വായിക്കാം. പക്ഷെ വായിച്ചത് ഗലീലയിലാണ്. നസറത്തിലെ സിനഗോഗിൽ ചെന്ന് പുസ്തകം തുറന്നു. പുസ്തകക്കാരൻ പുസ്തകം കൊണ്ട് കൊടുത്തു. കർത്താവ് തുറന്ന് തന്നെ കുറിച്ച് എഴുതിയത് വായിച്ചു. ഇന്ന് രാത്രി വിശ്വാസികളുടെ 30-40 വർഷമൊക്കെ ആയ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, നിന്നെ കുറിച്ച് എഴുതിയ ഭാഗം ഇതുവരെ വായിച്ചിട്ടുണ്ടോ? സങ്കീർത്തനത്തെ ഒത്തിരി വാക്യം കാണാതറിയാം. പക്ഷെ നിന്നെ കുറിച്ച് എഴുതിയ വാക്യം നീ വായിച്ചിട്ടുണ്ടോ? യേശു ആത്മാവിന്റെ ശക്തിയോടെ വന്ന് ആദ്യം വായിച്ചത് യേശുവിനെ കുറിച്ച് എഴുതിയ ഭാഗം വായിച്ചു. പുസ്തകം മടക്കി എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞു. ഹല്ലേലൂയ പറയണം. ഞാൻ ദൈവത്തെ ഇതിനകത്ത് നന്ദിയോടെ സ്തുതിക്കുകയാ. നിന്റെ മേൽ മറ്റുള്ളവരുടെ ദൃഷ്ടി പതിയണമെങ്കിൽ, നീ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങണമെങ്കിൽ, നിന്റെ വായിലെ വാക്കുകൾ ലാവണ്യ വാക്കുകളായി മാറണമെങ്കിൽ, നിന്നെ കുറിച്ച് എഴുതിയ വാക്ക് നീ കണ്ടുപിടിക്കാൻ തയ്യാറാകണം. പുസ്തക ചുരുളുകളിൽ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? നിന്നെ കുറിച്ച് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രിയരെ, വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ചേ. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും കൊടുക്കുവാൻ വന്ന യേശു തന്നെ കുറിച്ച് എഴുതിയ ഭാഗം വായിച്ചു. പുസ്തകം മടക്കി കൊടുത്തിട്ട് ആ വായിച്ച വാക്കിൽ നിന്ന് ഒരക്ഷരം പോലും പ്രസംഗിക്കാതെ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, സരാഫത്തിൽ അനേകം വിധവമാരുണ്ടായിരുന്നു. പക്ഷേ ഒരു വിധവയുടെ അടുക്ക മാത്രമേ ഏലിയാവിനെ ദൈവം അയച്ചുള്ളൂ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് എന്ത് പറഞ്ഞേ? പ്രൈസ് ദി ലോർഡ്. ഒന്ന്, സരാഫാത്തിൽ അനേകം വിധവന്മാരുണ്ടായിരുന്നെങ്കിലും ഒരാളുടെ അടുക്ക മാത്രമേ ഏലിയാവിനെ ദൈവം അയച്ചുള്ളൂ. പ്രൈസ് ദി ലോർഡ്. 2, അനേകം പ്രവാചകന്മാർ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. എങ്കിലും കുഷ്ഠരോഗിയായ നയമാന്റെ അടുക്ക മാത്രമേ ദൈവം ഏലിയാവിനെ അയച്ചുള്ളൂ. അനേക കുഷ്ഠരോഗി ഉണ്ടായിരുന്ന ഒരാളുടെ അടുക്ക മാത്രമേ. പ്രസംഗ വിഷയവും ബാക്കിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രണ്ട് കാര്യം പറഞ്ഞു. പെട്ടെന്ന് അവരുടെ ആൾക്കാരുടെ മുഖത്ത് കോപമുണ്ടായി. കന്നി പ്രസംഗത്തിൽ ആളുകൾക്ക് സന്തോഷമുണ്ടായെന്നല്ല, ആളുകൾക്ക് അവനോട് ദേഷ്യമുണ്ടായി. ഒരു സ്തോത്രം പറഞ്ഞു. ആത്മാവിന്റെ ശക്തിയുള്ള ദൂത് ഏറ്റെടുക്കാനുള്ള ഉൾക്കാമ്പ് അവർക്ക് കർത്താവ് രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, സരാഫാത്ത് എന്ന് പറയുന്നത് ഈ രാജ്യം ഭരിക്കുന്ന ആഹാബിന്റെ ഭാര്യയായി തീർന്ന ഇസബേലിനെ കൊണ്ടുവന്ന നാട്. സീദോനാണ് അവിടെ ജന്മനാട്. സീദോൻ ഉൾപ്പെടുന്ന സരാഫാത്ത് ഭരിക്കുന്നത് അവിടെ അപ്പനാണ്. അദ്ദേഹത്തിന്റെ മക്കളുടെ ലോകത്തിലെ സൗന്ദര്യമുള്ള ഒരാളായിരുന്നു മകളായ ഇസബേൽ. ആഗാവ് 12 ഗോത്രങ്ങളുടെ രാജാവാണ്. പക്ഷേ ഈ സീദോൻ ഭരിക്കുന്ന രാജാവിന് 53 ഗോത്രമുണ്ട്. 53 ഗോത്രങ്ങളുള്ള രാജാവിന്റെ മോളെ കെട്ടിയപ്പോൾ 12 ഗോത്രമുള്ള രാജാവ് 65 ഗോത്രങ്ങളുടെ രാജാവായി. ഒരു ഹല്ലേലൂയ പറയണം. അപ്പൊ അവൻ പറഞ്ഞ പെണ്ണിനെ തരാം, പക്ഷെ സ്ത്രീധനമായിട്ട് ഞങ്ങൾക്ക് തരാനുള്ളത് ഇവിടെയുള്ള ദൈവങ്ങളെയും അവരുടെ പ്രവാചകന്മാരെയും കൂടെ കൊണ്ടുപോകണം.
അങ്ങനെ 400 ബാലിന്റെ പ്രവാചകന്മാരും 450 അസേരയുടെ പ്രവാചകന്മാരെയും കൂട്ടിക്കൊണ്ടാണ് അവൾ വന്നത്. പിന്നെ രഥങ്ങൾ കണക്കിന് ദൈവങ്ങളെ കൊണ്ടാണ് വന്നത്. അങ്ങനെ ഇസ്രായേൽ മുഴുവൻ ദൈവങ്ങളെ കൊണ്ട് നിറഞ്ഞു. അന്യാരാധന പ്രബലപ്പെട്ടു. ഈ ദൈവമക്കളുടെ ദശാംശവും ദൈവമക്കളുടെ ആ കരവും എല്ലാം കൊടുത്ത് ബാലിന്റെയും അസേരയുടെയും പ്രവാചകന്മാരെ തീറ്റിപ്പോറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിന് നടുവിൽ യേശു പറയുകയാണ്, ഏലിയാവെന്ന ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിച്ചു. ഇന്ന് രാത്രി നീ പാർക്കുന്ന ദേശം അന്യാരാധനയുടെ ശക്തി പ്രബലപ്പെടുമ്പോൾ ദൈവം ഒരു മനുഷ്യനെ തെരയുകയാണ്. പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കാൻ, മുട്ടിനിടയിൽ തലവെച്ച് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. അഭിഷേകത്തിന് ദൂത് പ്രാപിച്ച് ഏലിയാവോട് പറഞ്ഞു, നീ ഇന്ന് ഈ കേരിത് വറ്റുമ്പോൾ സീദോനോട് ചേർന്ന് നടക്കണം. അഭിഷേകമുള്ള മുട്ടിനിടയിൽ തലവെച്ച നിന്റെ കാല് സീദോനിൽ പതിയുമ്പോൾ ചില അന്ധകാരങ്ങൾ, അനേക പ്രവാചകന്മാരെ കൊന്നവരുടെ ഒക്കെ ഭാര്യമാര് വിധവമാരായിട്ട് കഴിയുമ്പോൾ നിന്നിലൂടെ ഞാൻ ആ കുടുംബങ്ങളുടെ കെട്ടഴിക്കാൻ പോകുകയെന്ന് പറഞ്ഞ് ഏലിയാവിനെ അവിടെ അയച്ച കാര്യം യേശു പറഞ്ഞെങ്കിൽ, യേശുവിന്റെ കന്നി പ്രസംഗമെന്ന് പറയുന്നത് ദേശത്ത് ദൈവപ്രവർത്തിക്ക് വിരോധമായിരിക്കുന്ന അന്യാരാധന മണ്ഡലങ്ങൾക്ക് നേരെ അഭിഷേകമുള്ളവൻ എഴുന്നേൽക്കണമെന്നാണ് യേശു പറഞ്ഞത്. വിശ്വസിക്കുന്നവര് മാത്രം ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. യേശു ഗലീലയിൽ ചുറ്റി നടന്നിട്ട്, സ്കൂളിൽ പോയിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിക്കൽ എനിക്കറിയത്തില്ല, ഒന്നും ചോദിച്ച് വിഷയം ഉണ്ടാക്കരുത്. എങ്കിലും മീൻപിടുത്തക്കാരായ മുക്കുവരായ സാധാരണക്കാരായ അരാമ്യ ഭാഷ പോലും വേണ്ടതുപോലെ അറിയത്തില്ലാത്ത 12 പേരെ ശിഷ്യന്മാരാക്കി. പ്രൈസ് ദി ലോർഡ്. ഒരാളെ പോലും ശമരിയെന്നോ യഹൂദിയെന്നോ എടുത്തില്ല. എല്ലാവരും ഗലീലക്കാരാണ്. ഈ 12 പേരെ കൊണ്ട് കർത്താവ് ആദ്യത്തെ അത്ഭുതം ചെയ്തത് ഗലീലയിലാണ്. 36 അത്ഭുതങ്ങൾ പുതിയ നിയമത്തിൽ കർത്താവ് ചെയ്തതായിട്ട് എഴുതുമ്പോൾ അതിൽ 19 അത്ഭുതങ്ങളും ഗലീലയിലാണ് നടന്നത്. ഏറ്റവും ആദ്യത്തെ അത്ഭുതം ഗലീലയിലാണ്. ഏറ്റവും ഒടുവിലത്തെ അത്ഭുതം ഗലീലയിലാണ്. ഒടുവിലത്തെ അത്ഭുതം എന്നറിയാമോ? ആദ്യത്തെ അത്ഭുതം കാനാവിലെ കല്യാണ വീട്ടിലാണെങ്കിൽ ഒടുവിലത്തെ അത്ഭുതം ഈ തിബരിയാസ് കടലിന് ആഴത്തിൽ കിടന്ന 153 വലിയ മത്സ്യങ്ങളെ പൊക്കിയെടുത്തുകൊണ്ട് വരുന്നതാണ് ഒടുവിലത്തെ അത്ഭുതം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ ശുശ്രൂഷ ആരംഭിച്ചതും ഉയർപ്പ് കഴിഞ്ഞുള്ള ശുശ്രൂഷയും ചെയ്തത് ഗലീലയിൽ വെച്ച. ഈ ഗലീലക്കാരെ കർത്താവ് വളരെ ഇഷ്ടപ്പെട്ടു. കർത്താവ് പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേറ്റ് ഞാൻ ഗലീലയിൽ വരും. നിങ്ങൾ എന്നെ കാണാൻ ഗലീലയ്ക്ക് വരണം. ഒരല്ലേ പറഞ്ഞാട്ടെ. ഉയർത്തെഴുന്നേറ്റ ശേഷം കർത്താവ് തന്റെ സഹോദരിമാരോട് പറഞ്ഞു, നിങ്ങൾ നേരെ പോയി എന്റെ സഹോദരന്മാർ പറഞ്ഞു ഗലീലയ്ക്ക് ഞാൻ വരുമെന്ന് പറയണം. ഒരല്ലേ പറഞ്ഞു. രാത്രിയിൽ ഞാനങ്ങ് ബേത്ലഹേമിൽ വരുമെന്നല്ല പറഞ്ഞേ. കഴുതക്കുട്ടിപ്പുറത്ത് വാഹനമേറി എഴുന്നള്ളി വന്ന ബേത്ലഹേം ദേവാലയം ശുദ്ധീകരിച്ച് അവിടെ വരുമെന്നല്ല പറഞ്ഞേ. എഴുതിത്തള്ളിയ കാബൂൾ എന്ന് പേരിട്ട എല്ലാവരാലും നിന്ദിക്കപ്പെട്ട ഗലീലയിൽ ഞാൻ വരും. ഉയർപ്പ് അവിടെ നടന്നെങ്കിൽ തീർന്നില്ല പ്രിയരെ. യേശു രണ്ടാമത് വരുമെന്ന് ദൂതന്മാര് പറഞ്ഞത് ഗലീലക്കാരോടാണ്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ വരുമെന്ന് ദൂത് പറഞ്ഞത് ഗലീലക്കാരോടാ. ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പറഞ്ഞു വരുന്നത്, ഹല്ലേലൂയ, ആർക്കും വേണ്ടാത്ത എഴുതി തള്ളപ്പെട്ട അജ്ഞതയുടെ ദേശം എന്ന് പറഞ്ഞ അന്ധകാരം കുടികുത്തുകൊണ്ടുമാണ് മരണം ഇങ്ങനെ നിഴലായി പോയിക്കൊണ്ടിരുന്ന മരണത്തിന്റെ തേർവാഴ്ച ഉള്ളിടത്തെ യേശു ഒരത്ഭുതമാക്കി മാറ്റിയെങ്കിൽ പൊടിയാട്ടുവിളയിൽ 3ാമത്തെ രാത്രിയിൽ ആരോടൊക്കെയോ ദൈവം ഇടപെടുകയാ. ശബ്ദപരിധിയിൽ തകർന്ന ജീവിതങ്ങളോട്, കുടുംബത്തിന്റെ ഉള്ളറകളിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടവരോട്, മരണം കൊടികുത്തി വാഴുന്ന ഭവനങ്ങളോട് ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, നിന്നെ തേടി വരുന്ന ഒരു യേശു ഈ രാത്രിയുണ്ട്. വിശ്വസിക്കുന്നവന് മാത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ആദ്യത്തെ ഷോർട്ട് മെസ്സേജ് ഗലീലയിലെ നസ്രത്തിലെ ദേവാലയത്തിൽ പറഞ്ഞെങ്കിൽ
രണ്ടാമത്തെ കൺവെൻഷൻ പ്രസംഗം. പ്രൈസ് ദി ലോർഡ്. യേശു പത്രോസിനെ പരിചയപ്പെടുന്നത് സഹോദരൻ അന്ത്രയോസ് കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോൾ. അന്ത്രയോസ് യേശുവിനെ പരിചയപ്പെടുന്നത് യോഹന്നാന്റെ പ്രസംഗത്തിൽ കൂടെ. യോഹന്നാന്റെ ശിഷ്യനായിരുന്നു അന്ത്രയോസും യോഹന്നാനും. ഇവർ രണ്ടും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിട്ടിരിക്കുമ്പോൾ യോഹന്നാൻ ഒരു രാത്രി പറഞ്ഞു, ദേ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. പിറ്റേ ദിവസം വീണ്ടും പറഞ്ഞു, ദേ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. രണ്ടാമത്തെ ദിവസം യോഹന്നാൻ അല്പം വാചാലനായി. തലേ ദിവസം ഒത്തിരി കാര്യം പറഞ്ഞില്ല. പക്ഷെ രണ്ടാമത്തെ ദിവസം പറഞ്ഞു, അവൻ വളരണം, ഞാൻ കുറയണം. കുനിഞ്ഞവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. എൻ്റെ കയ്യിൽ ചുമ്മാ ഈ കോടാലിയേ ഉള്ളൂ, പക്ഷെ അവൻ്റെ കയ്യിൽ വീശുമുറമുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും. നല്ലത് മാത്രം അകത്ത് കയറ്റി തീയതിനെയെല്ലാം തീക്കകത്തിട്ട് കത്തിക്കുന്നവനാണ് ആ നിൽക്കുന്നത്. ഇതെല്ലാം കേട്ടപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യത്വം വിട്ട് യോഹന്നാനും അന്ത്രയോസും മറ്റേ യേശുവിൻ്റെ പുറകെ പോയി. ഇന്ന് രാത്രിയിലും യേശു ആരാന്ന് വെളിപ്പെട്ട പിന്നെ ഞങ്ങളുടെ പുറകെ നിൽക്കല്ല്, യേശുവിൻ്റെ പുറകെ പൊക്കോണം. ഒരല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. അവർ യേശുവിൻ്റെ പുറകെ ചെല്ലുമ്പോൾ യേശു ചോദിച്ചു, ആരെ തെരേവാ? അതുകൊണ്ട് ഇവർ ചോദിച്ചു, എവിടാ താമസിക്കുന്നത്? ചോദ്യം വേറെ, ഉത്തരം വേറെ. യേശു ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുക? ഇവർ പറഞ്ഞു, നീ എവിടാ താമസിക്കുന്നത്? അതുകൊണ്ട് യേശു പറഞ്ഞു, താമസിക്കാൻ വീടില്ലാത്തതുകൊണ്ട് വന്ന് കണ്ടോളാൻ പറഞ്ഞു. വന്ന് കണ്ടോളാൻ പറഞ്ഞു. ആ രാത്രി അവർ ഒരു ഡയലോഗ് പഠിച്ചു, വന്ന് കണ്ടോളാം. ഒരല്ലേ പറഞ്ഞേ. ആ രാത്രി യേശുവിൻ്റെ കൂടെ അവർ പാർത്തു. എന്തൊരു ഭാഗ്യം നോക്കിയേ. അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച യേശുവിൻ്റെ കൂടെ. ഹല്ലേലൂയ. താൻ മാത്രം അമർത്യതയുള്ളവനായി അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കൂടെ രണ്ട് മുക്കുവന്മാർ, സെബദി മക്കളിൽ ഒരാളും അന്ത്രയോസും പാർത്തു. ഒറ്റ രാത്രി മുഴുവൻ പാർത്ത് കഴിഞ്ഞപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഞാൻ ഇനി വീട്ടിൽ പോകുന്നില്ല. ആ പുള്ളി ക്രൂശിൻ്റെ ചോട് വരെ പിന്നെ വീട്ടിൽ പോയിട്ടില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പക്ഷെ അന്ത്രോസിന് രാവിലെ ഉപജീവന മാർഗം ഉള്ളതാണല്ലോ, അതുകൊണ്ട് താൻ രാവിലെ മീൻ പിടിക്കാനായിട്ട് പോയി. മീൻ പിടിക്കാൻ ചെല്ലുമ്പോൾ തനിക്ക് മുമ്പേ പത്രോസ് മീൻ പിടിക്കാൻ വന്നു കഴിഞ്ഞു. അപ്പോൾ പത്രോസ് ചോദിച്ചു, അച്ഛാ എവിടെയായിരുന്നു? രാത്രി കണ്ടില്ലല്ലോ, മീൻ പിടിക്കാൻ ഞാൻ തന്നെയാണ് പോയത്. കണ്ടില്ലല്ലോ. ഉടനെ പറഞ്ഞാൽ ഞാൻ മശികയെ കണ്ടെന്ന് പറഞ്ഞു. കേട്ടത് ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, പക്ഷെ കണ്ടത് മശികയെ. സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കണേ. ഹല്ലേലൂയ. അപ്പൊ അവൻ ചോദിച്ചു, എവിടാ? വന്ന് കണ്ടോളാൻ പറഞ്ഞു. രാത്രി കൊണ്ട് പുള്ളി ഒരു ഡയലോഗ് പഠിച്ചു. നമ്മൾ 3.5 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് പോലും നല്ല ഡയലോഗ് പഠിച്ചിട്ടില്ല. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് അവൻ പഠിച്ചു, വന്ന് കണ്ടോളാം. ഒരല്ലേ പറഞ്ഞേ. അങ്ങനെ പത്രോസിനെ കൂട്ടിക്കൊണ്ട് മശികയുടെ അടുക്കൽ വരുമ്പോൾ പത്രോസിനെ കാണുകയും യേശു പറയുകയാണ്, ഓ ഹല്ലേലൂയ, ബെറയോനാ ശീമോനെ, നീ കേഫാവെന്ന് വിളിക്കപ്പെടും. അർത്ഥം പത്രോസ്, അർത്ഥം പാറയിൽ നടത്തിയെടുത്ത പാറക്കഷണം. അവൻ ചോദിച്ചു, എന്നെ എന്തിനാ പാറയാക്കിയേ? എൻ്റെ പേര് ശീമോൻ എന്നല്ലേ? ശീമോൻ എന്ന് പറഞ്ഞാൽ കാറ്റിനാൽ ഉലയുന്ന ഞാങ്ങണയാ. കാറ്റ് പടിഞ്ഞാറോട്ട് അടിച്ചാൽ പുള്ളി പടിഞ്ഞാറോട്ട് ചരി, കാറ്റ് കിഴക്കോട്ട് അടിച്ചാൽ പുള്ളി കിഴക്കോട്ട് ചരി. പ്രൈസ് ദി ലോർഡ്. കാറ്റ് എങ്ങോട്ടാണോ അതനുസരിച്ച് ചാഞ്ഞും ചരിഞ്ഞു നിൽക്കുന്ന പുള്ളിയാ ശീമോൻ. പ്രഥമ ദൃഷ്ടിയ കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ പാറയാക്കും. അവൻ ചോദിച്ചു, എന്നെ എന്തിനാ ഞാങ്ങണയായി എന്തിനാ പാറയാക്കുന്നേ? അത് ഞാനൊരു സഭ പണിയുമ്പോൾ ആ തൂണുറപ്പിക്കാൻ എനിക്കൊരു പാറ വേണം. ഇന്ന് രാത്രി നിന്നെ തെരഞ്ഞെടുക്കുന്നതിന്റെ പിൻപിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്ന് ചേർത്തടിച്ചിട്ട് ദൈവത്തെ ആരാധിച്ചേ. ഹല്ലേലൂയ. അല്പമല്ലാത്ത ഒരു മനപ്രയാസം അന്ത്രയോസിന് ഉണ്ടായോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. രാത്രി മുഴുവൻ കൂടെ പാർത്തിട്ട് അന്ത്രയോസിന്റെ പേര് മാറ്റിയില്ല. രാത്രി മുഴുവൻ കൂടെ പാർത്ത യോഹന്നാന്റെ പേര് മാറ്റിയില്ല. ഇപ്പോൾ കടക്കരയിൽ നിന്നോട്ട് കയറി വന്ന പുള്ളിക്കാരൻ്റെ പേരെന്ത് ചെയ്തു? മാറ്റി. പക്ഷെ അവനൊന്നും മൈൻഡ് ചെയ്തില്ല. അവൻ്റെ മനസ്സിൽ മുഴുവൻ വീട്ടിൽ അമ്മായിയമ്മ സഹിതമുണ്ട്. അവൻ നേരെ മീൻ പിടിക്കാൻ പോയി. സ്തോത്രം. പക്ഷെ കർത്താവ് സാധ്യതയുള്ളവനെ വിടത്തില്ല. അവൻ പോയാലും കർത്താവ് പുറകെ പോകും. നിങ്ങൾക്ക് ഒരു സന്തോഷമില്ല. കർത്താവ് പിറ്റേ ദിവസം ഈ അന്ത്രയോസിന്റെ പുറകെയോ യോഹന്നാന്റെ പുറകെയോ പോകാതെ ഈ പത്രോസിനെ തേടി പോകുകയാണ്.
തേടിപ്പോയപ്പോൾ ഇങ്ങനെ ധാരാളം ചെറുപടകുകൾ കിടക്കുന്നിടത്ത് നടന്ന് ഈ പത്രോസുള്ള പടകിൽ ചെന്നു. ഒരല്ലേലൂയ പറഞ്ഞാട്ട്. അന്ന് രാത്രി കർത്താവ് പറഞ്ഞു, അവൻ അവിടെ മീൻ പിടിക്കാൻ വരും, ഒറ്റ മീൻ ഇതിനകത്ത് കയറില്ല. കാരണം മീൻ ആരുടെയാ? കർത്താവിൻ്റെ. കടൽ ആരുടെയാ? കർത്താവിൻ്റെ. ഇന്ന് രാത്രി അവൻ കൽപ്പിച്ചാൽ ഈ ഒറ്റ മീനും കയറത്തില്ല. അവൻ കൽപ്പിച്ചാൽ മൊത്തം മീനും കയറുകയും ചെയ്യും. ചെന്നോണ്ണെ പറഞ്ഞു, ശീമോനെ നിന്റെ പടക് ഒരല്പം മാറ്റ്. അവൻ്റെ പടക് മാറ്റി അവൻ്റെ പടകിൽ കയറി. ഗലീല കടലിൽ കിടക്കുന്ന അവൻ്റെ പടകിൽ കയറി ഗലീല കടലിനകത്ത് നിന്നുകൊണ്ട് ഗലീലക്കാരോടൊരു പ്രസംഗം. ഒരല്ലിയ പറഞ്ഞാട്ട് ആലിയ കർത്താവിൻ്റെ ആദ്യത്തെ പരസ്യയോഗം. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പത്രോസിന്റെ പടകിൽ കയറി ഗലീലയിൽ ഒരൊറ്റ പ്രസംഗം. ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പരസ്യോഗത്തിനൊക്കെ എതിര് പറയുന്നവർ കാണും, പക്ഷെങ്കിൽ എൻ്റെ യേശുവിന്റെ പ്രസംഗമെല്ലാം പരസ്യോഗമായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. അവൻ പടകിൽ നിന്ന് പ്രസംഗിച്ച സമയത്ത് സാക്ഷാൽ സൃഷ്ടിതാവായവന്റെ ശബ്ദം കേട്ടപ്പോൾ ചിതറിപ്പോയതെല്ലാം പടകിന്റെ കീഴെ വന്നു. ഇന്ന് രാത്രിയിലും വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്റെ ഭവനത്തിൽ വെളിപ്പെടേണ്ടത്, നിന്റെ വലയിൽ കയറേണ്ടത്, നിന്റെ പടകിൽ കയറേണ്ടത്, നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടതൊക്കെ ഇന്നലകളിൽ ആഴങ്ങളിൽ കൂടെ ശത്രു ചെതറിച്ചെങ്കിൽ നിന്റെ ദൃശ്യമല്ലാത്ത മണ്ഡലത്തിൽ കൂടെ അദൃശ്യ മണ്ഡലത്തിൽ അവൻ ചെതറിച്ചെങ്കിൽ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ചിതറിപ്പോയതിനെ എല്ലാം നിന്റെ പടകിന്റെ കീഴെ വരുത്താൻ കഴിയുന്ന വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പടകിനെ വല വീശാൻ പറഞ്ഞു, വല നിറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് ശുശ്രൂഷയുടെ 3 വർഷങ്ങൾ കഴിയുകയാണ്. 3.5 വർഷമാകാൻ പോകുകയാണ്. അപ്പൊ ഈ ശിഷ്യന്മാരെ എല്ലാം കൂടെ വിളിച്ചുകൊണ്ട് നേരെ ഗലീലയിലെ പ്രൈസ് ദി ലോർഡ് കൈസരിയ എന്ന ദേശത്തേക്ക് പോയി. സഭ ഞാൻ പണിയുമെന്നുള്ള പരസ്യ പ്രഖ്യാപനം നടത്തിയത് ഗലീലയിൽ വെച്ചാണ്. ഹലോ, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞത് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഗലീലക്കാരെ തിരഞ്ഞെടുക്കുന്നു, ഗലീലയിൽ കന്നിപ്രസംഗം നടത്തുന്നു, ഗലീലയിൽ 1-ാമത്തെ അത്ഭുതം ചെയ്യുന്നു, ഗലീലയിൽ ഒടുവിലത്തെ അത്ഭുതം ചെയ്യുന്നു, ഗലീല എന്ന് 12 പേരെ ശിഷ്യന്മാരായി തിരഞ്ഞെടുക്കുന്നു. ഗലീലയിലെ ഫിലിപ്പിന്റെ കൈസരിയിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നു. ഫിലിപ്പിന്റെ കൈസരിയിൽ ചെന്നിട്ട് കർത്താവ് ഇവരോട് പരസ്യമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. മനുഷ്യപുത്രനെ ആരെന്ന് പറയും? ആരെന്ന് പറയും? അപ്പൊ അവർ പറഞ്ഞു, കർത്താവ് പലതാണ് പറയുന്നത്. ചിലരൊക്കെ പ്രവാചകന്മാരിൽ ഒരാളാന്ന് പറയുന്നു, ചിലർ ഇന്ന പ്രവാചകനാന്ന് പറയുന്നു, പിന്നെ ചിലരൊക്കെ പറയുന്നൊന്നും മുഖത്ത് നോക്കി പറയാൻ കൊള്ളത്തില്ല എന്നെല്ലാം പറഞ്ഞല്ല ഇവർ പറഞ്ഞു. ഇപ്പം യേശു പറഞ്ഞ് നാട്ടുകാരെന്തേലുമൊക്കെ പറയട്ടെ, നീ തിരിച്ചു പറയാനോ തിരിച്ചെഴുതാനോ ഒന്നും പോകണ്ട. ഹലോ, നിങ്ങൾ എന്നെ കുറിച്ച് എന്നാ പറയാം? നമ്മളും ഇങ്ങനെ രാവിലെയും വൈകിട്ടും ക്ലീൻ ഷേവും ചെയ്ത് വെള്ളയും ഇട്ട് കാതും കഴുത്തും പറിച്ച് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെക്കുറിച്ച് നാട്ടുകാരെന്നാ പറയുന്നത് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഹലോ, ആരോട് പറയാനാ? മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ചിലർ മാറാമേ പലരും അകത്ത് വരും. നമ്മൾ ചിലരൊക്കെ ഉള്ളതാണ് പലരും അകത്ത് വരാത്ത. കൈപ്പൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. ഈ ശിഷ്യന്മാരുടെ ചോദിച്ചാട്ടെ നിങ്ങൾ എന്നാ പറയുന്നു? അപ്പൊ അവരെ 11 പേരും നമ്മൾ പിരിക്കുന്ന പോലെ മിണ്ടാതെ മൗനമായിരുന്നു. എന്ന് പറഞ്ഞാൽ കല്യാണ സമയത്ത് ദൈവദാസൻ ചോദിക്കുമല്ലോ, നിങ്ങളുടെ മൗനം ഈ ശുശ്രൂഷയെ എനിക്ക് ലഭിച്ച അനുവാദമായി കണക്കാക്കി എന്ന് പറയുന്ന പോലെ നാട്ടുകാരുടെ അഭിപ്രായത്തോട് ഞങ്ങളും യോജിക്കുന്നെന്ന് പറഞ്ഞ് അവർ മിണ്ടാതിരുന്നു. പിന്നെ പത്രോസ് പറഞ്ഞു, എനിക്ക് വ്യക്തമായ അഭിപ്രായം ഉണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. കർത്താവ് പറഞ്ഞു, നീയാടാ ഭാഗ്യവാൻ. ഞാൻ ഈ 3.5 വർഷം ഈ 12 പേരെ ഇങ്ങനെ വാച്ച് ചെയ്യുവാൻ തെരഞ്ഞെടുത്ത അന്നു മുതൽ ഞാൻ കാൽവറി യാഗമാകുന്നതിന് മുമ്പേ ഈ താക്കോൽ ആരെ ഒന്ന് ഏൽപ്പിക്കണം എന്ന് ഞാൻ ഇങ്ങനെ 12 പേരെ നോക്കി. നിന്നെ രക്ഷയിലേക്ക് നടത്തിയ അന്നു മുതൽ കർത്താവ് ഇങ്ങനെ വാച്ച് ചെയ്യുക. സ്വതന്ത്രം പറഞ്ഞില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, നീ കൃപയിലേക്ക് വന്ന അന്നു മുതൽ
ദൈവം നിന്നെ ഇങ്ങനെ വാച്ച് ചെയ്യുക. ഏൽപ്പിക്കാൻ കൊള്ളാമോ? ഹല്ലേലൂയ. ഏൽപ്പിച്ചാൽ അവൻ അത് വ്യാപാരം ചെയ്യുമോ എന്നറിയാൻ ദൈവം ഇന്ന് രാത്രി ചിലർ നോക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. കർത്താവ് ഇങ്ങനെ നോക്കിയപ്പോ ഒരുത്തൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാ. യേശു പറഞ്ഞു, ബെറയോനാ ശീമോനെ, നീ ഭാഗ്യവാനാടാ. എടാ, ജഡരക്തങ്ങളല്ല നിന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിന്നെ കൊണ്ട് പറയിപ്പിച്ചത്. മോനെ, താക്കോല് പിടിച്ചോടാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? 3.5 വർഷം അനുഗമിച്ച യേശു ക്രിസ്തുവാണെന്ന് പത്രോസ് എപ്പം വാഗൊണ്ട് പറഞ്ഞു? ഒന്നുകൂടെ പറയുന്നു. 3.5 വർഷം വിശ്വസിച്ച് അനുഗമിച്ച യേശു ക്രിസ്തു എന്നെപ്പോൾ നാവ് കൊണ്ട് പറഞ്ഞു, ഹൃദയം കൊണ്ട് വിശ്വസിച്ചത് വാഗൊണ്ട് ഏറ്റു പറഞ്ഞു, അപ്പോ താക്കോല് കൈ കിട്ടി. സ്തോത്രം. ഇന്ന് രാത്രിയിലും നീ ആരാധിക്കുന്ന യേശുവിനെ അകത്ത് വിശ്വസിച്ച് വാഗൊണ്ട് ക്രിസ്തുവെന്നൊന്ന് ഏറ്റു പറഞ്ഞാൽ നിന്റെ ശുശ്രൂഷയുടെ ലെവൽ അങ്ങ് മാറുകയാ, നിന്റെ പദവി അങ്ങ് മാറുകയാ. ഈ രാത്രി ക്രിസ്തു എന്ന് പറയുമ്പോൾ ഒരധികാരത്തിന്റെ താക്കോൽ നിനക്ക് തരികയാ. സഭ പണിയാനുള്ള താക്കോൽ പത്രോസിന് കൈമാറിയത് ഈ ഗലീലയിലെ ഗലീലയിലെ കൈസരിയെ വെച്ച ഒരല്ലിയ പറഞ്ഞേ, ഇന്ന് രാത്രി ഞാൻ ദൂത് പറഞ്ഞു വരുമ്പോൾ നിന്റെ പക്കലും ചിലത് ഏൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. താക്കോല് കൈ കിട്ടിയപ്പോൾ അവരത് മേടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ പറഞ്ഞു, മോനെ, നീ ഇവിടെ അടിച്ചാൽ, പൊടിയാട്ടുവിളയിൽ അടിച്ചാൽ സ്വർഗത്തിൽ അടിഞ്ഞിരിക്കും. നീ ഇവിടെ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടിയിരിക്കും. വിശ്വസിക്കുന്നവര് മാത്രം ഈ രാത്രി കർത്താവിനെ ആരാധിക്കട്ടെ. ഒരു ശക്തമേറിയ ദൂത് കൈമാറുകയാ. ഇനി ഫിലിപ്പിന്റെ കൈസരിയ, ഗലീലയിലെ പ്രസിദ്ധമായ മനോഹരമായ ഈ സ്ഥലം ഗലീലയിൽ എവിടെ നിന്നാലും കാണാം. അതിൻ്റെ മുകളിൽ നമ്മുടെ അങ്ങ് ഗുജറാത്തിൽ നമ്മുടെ ബഹുമാനായ മുൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചേക്കുന്നതിൻ്റെ കൂട്ട് ഫിലിപ്പിൻ്റെ ഒരു വലിയ പ്രതിമയുണ്ട്. അന്ന് വരെ കൈസരിയ എന്ന് വിളിച്ച ഈ സ്ഥലം ഫിലിപ്പ് ഡെവലപ്പ് ചെയ്തപ്പോൾ ഫിലിപ്പിൻ്റെ കൈസരിയ എന്ന് പേരായി. അപ്പോൾ ഒരു വലിയ പ്രതിമ അതിൻ്റെ മുകളിൽ ഫിലിപ്പിൻ്റെ ഉണ്ട്. പിന്നെ നാട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഫിലിപ്പ് തന്നെ കാശ് മുടക്കി ഒരു 14 അസേരയുടെ പ്രതിമയുണ്ട്, ഒരു 14 ബാലിൻ്റെ പ്രതിമയുണ്ട്, പിന്നെ ഈയിടെ പൊങ്ങി വന്ന പാൻ എന്ന ദൈവത്തിൻ്റെ ഒരു പ്രതിമയുണ്ട്. അങ്ങനെ 14 14 28 1 29 ഫിലിപ്പിൻ്റെ ഉൾപ്പെടെ 30 പ്രതിമകൾ അവിടെ ഉണ്ട്. അപ്പൊ ഈ പട്ടണത്തിൽ ചെന്നാൽ മൊത്തം ഇങ്ങനെ പ്രതിമകളാണ്. സ്തോത്രം. അത് ഫിലിപ്പ് പണിത ശേഷം തകർന്നു. തന്റെ മകൻ അലക്സാണ്ടർ, മഹാനായ അലക്സാണ്ടറായി സാമ്രാജ്യത്തിന് അധിപനായപ്പോൾ 2ാമത് പണിതു. 30ാമത്തെ വയസ്സിൽ ആ പുള്ളി മരിച്ച കൂടെ ഇതും തകർന്നു. 3ാമത് മഹാനായ ഹേരോദാവ്, ദേവാലയം പുതുക്കിപ്പെടുന്ന ഹേരോദാവ് പിന്നെയും പണിതു, അതും തകർന്നു, അവനും തകർന്നു. തകർന്ന് ഇതിന് മണ്ടയ്ക്കോട്ട്, ഈ പ്രതിമകളുടെ ഇടയ്ക്കോട്ട് യേശു നിന്നേച്ചാ ചോദിച്ചത്, മോനെ, ഞാൻ പണിയുമടാ. മനുഷ്യന്റെ പണികളെല്ലാം പൊളിഞ്ഞെടുത്ത് ഞാൻ പണിയും. പാതാള ഗോപുരം അതിനെ രാത്രി വിശ്വസിക്കുന്നവരെ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. നിന്റെ ഭവനം എത്ര പിശാച് തകർത്തതാണെങ്കിലും എന്റെ കർത്താവ് പണി ആരംഭിച്ചാൽ അത് തകർക്കാൻ ഉലകത്തിൽ ആരെ കൊണ്ടും കഴിയത്തില്ലെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമൊന്നടിച്ച് ദൈവത്തെ ആരാധിച്ചേ. അപ്പൊ കർത്താവിന്റെ ഏറ്റവും വലിയ പരസ്യമായ പ്രഖ്യാപനം, ഞാൻ സഭ പണിയും. പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ലെന്ന് പരസ്യ പ്രഖ്യാപനം ചെയ്തത് ഈ ഗലീലയിലെ ഫിലിപ്പിന്റെ കൈസരിയെ വെച്ച. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പത്രോസ് ഈ ശിഷ്യന്മാരുടെ സമൂഹത്തിലെ ഏറ്റവും മാന്യനും ശ്രേഷ്ഠനുമായി മാറി. താക്കോല് കൈമാറിക്കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ പിടിക്കും, വിസ്തരിക്കും, ക്രൂശിക്കും, കൊല്ലും. അവരവനെ അപമാനിക്കും, തുപ്പും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇപ്പൊ ഹീറോ ആരാ? പത്രോസ് പറഞ്ഞു, കർത്താവ് ഇഞ്ഞു വന്നേ,
ഇങ്ങനെയുള്ള അബദ്ധ വാക്കുകളൊന്നും പ്രസംഗത്തിൽ എന്ത് ചെയ്യരുത്, പറയരുത്. സ്തോത്രം. നിന്നെ രാജാവാക്കാനൊക്കെ ജനമിരിക്കുമ്പോൾ എന്നെ കൊല്ലും ചാകുമെന്നൊന്നും എന്ത് ചെയ്യരുത്, പറയല്ല. അപ്പം മുമ്പേ വിളിച്ച പോലെ പറയോനാ ശീമോനെ നീ ഭാഗ്യവാനെന്ന് പറയുമെന്നാണ് പത്രോസ് വിചാരിച്ച്. അപ്പം യേശു പറഞ്ഞു പോ ശാത്താനെ എന്ന് പറഞ്ഞു. ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ? പത്രോസ് പറഞ്ഞ എന്താന്ന് മനസ്സിലായോ? PC ചെറിയാൻ്റെ രക്ഷയെ തടയാൻ നോക്കുമായിരുന്നു. നമുക്ക് മനസ്സിലായില്ല. യേശു ക്രൂശിക്കപ്പെടലെന്നും മരിക്കലെന്നും പറഞ്ഞ എന്തിനാണെന്നറിയാമോ? അവൻ മരിച്ചാലേ എനിക്ക് രക്ഷയുള്ളൂ. ആദാമ്യവർഗത്താൽ ഉളവായ പാപത്തിന് പ്രായശ്ചിത്തം വരണമെങ്കിൽ പകരം എനിക്ക് വേണ്ടി ഒരുത്തൻ മറുവിലയാകണം. നീ മരിക്കല്ലെന്ന് പറഞ്ഞത് ഇവന്റെ അകത്ത് കയറിയ ശാത്താനാണ്. ശാത്താൻ പറഞ്ഞു നീ മരിക്കല്ല്, താക്കോല് കൈ കിട്ടിയേക്കുവാ. മനസ്സിലാകുന്നുണ്ടോ? ഇവൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ നമുക്ക് നിത്യരക്ഷയില്ല. ഹല്ലേലൂയ. യേശു അവനെ ശാസിച്ചു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യത്തെ ശിഷ്യന്മാരുമായി ചേർന്നുള്ള ഒടുവിലത്തെ പെസഹ ആചരിച്ചത് ഈ ഗലീലയിലാണ്. ഒരു സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഞാനിതെന്തിനാണെന്നറിയാം ആവർത്തിച്ചു പറയുന്നത്? ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് വേണമെങ്കിൽ യെരൂശലേം ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെടാമായിരുന്നു. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ഉയരം കൊണ്ട് മനോഹരമായ സിയോനിൽ അവന് പ്രത്യക്ഷപ്പെടാമായിരുന്നു. യേശുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് യെരൂശലേമിൽ പരസ്യമായി ദൂതന്മാർക്ക് പ്രഖ്യാപിക്കാമായിരുന്നു. പക്ഷെ അവിടെ ഒന്നുമല്ല പ്രഖ്യാപിച്ച്. കാബൂൾ ദേശമെന്ന് പറഞ്ഞ അന്ധതമസും അജ്ഞതയും കൂരിരുട്ടുമുള്ള ഗലീലയിലാണ് എൻ്റെ യേശു രണ്ടാമത് വരുമെന്ന് പറഞ്ഞതെങ്കിൽ, സഭ പണിയുമെന്ന് പറഞ്ഞതെങ്കിൽ, ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതെങ്കിൽ, ഈ ഭാഷാപരിജ്ഞാനമില്ലാത്ത ഇവരെ കൊണ്ട് എന്നോ ചെയ്യാന്? ഇച്ചിരി വിവരവും വിദ്യാഭ്യാസമുള്ളൊരു പുള്ളി രാത്രി വീട്ടിൽ വന്നായിരുന്നു, നിക്കോദീമോസ്. ആ മനുഷ്യനെ ശിഷ്യന്മാരിൽ ഒരാളാക്കത്തില്ലായിരുന്നു. ഒന്നുമല്ല, ഇച്ചിരി വിവരം വെള്ളിയാഴ്ച ഉള്ള ആളല്ല. ഹലോ, അവനെ പറഞ്ഞു മോനെ നീ പോയി പുതുതായി ജനിക്കാൻ പറഞ്ഞു. അവനെ പറഞ്ഞു വിട്ടു, അല്ലെങ്കിൽ പറയണം. എന്നിട്ട് പത്രോസിനെ പോലുള്ളവർ തിരഞ്ഞെടുത്തു. പെന്തക്കോസ് പെരുന്നാൾ വന്നു. ഈ വലിയ വിദ്യാഭ്യാസമില്ലാത്ത 12 പേര് അവരുടെ കൂടെയുള്ളൊരു 120 പേര് ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കാനിരുന്നു. 10ാമത്തെ ദിവസം ആത്മാവ് അങ്ങോട്ട് ഇറങ്ങി. ആത്മാവ് ഇറങ്ങിയപ്പോൾ അരാമ്യ ഭാഷ നല്ലപോലെ പറയാൻ അറിയത്തില്ലാത്ത ഇവര് 16 രാജ്യങ്ങളുടെ ഭാഷയിൽ സംസാരിച്ചു. നിങ്ങൾ ഇനി ഒരു സ്തോത്രം പറയണം. ഹല്ലേലൂയ. ഇവരെങ്ങും പോയി ഡോക്ടറേറ്റ് എടുത്തില്ല, PhD എടുത്തില്ല. ഹല്ലേലൂയ. പക്ഷെ 16 ഭാഷ, അറബി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഇവർ സംസാരിച്ച ഒറ്റ പ്രസംഗത്തിൽ ഇന്ന് രാത്രി എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം ഇന്ന് രാത്രിയിൽ ചിലരെ പൊടിയാട്ടുവിളയിൽ കണ്ടിട്ടുണ്ട്. ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ കഴിയുന്ന, അത്ഭുതങ്ങളുടെ ദിനങ്ങളാക്കി ഇതിനെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്വർഗം ഈ രാത്രി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. സമയത്തിന്റെ അപര്യാപ്തത ഞാൻ മനസ്സിലാക്കുന്നെങ്കിലും അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം ദൈവദാസന്മാർ ഒന്ന് വായിക്കണേ. അതിന്റെ ഒരു വാക്യം, 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, 9, 10, 11 വാക്യം ഒന്ന് ഉറക്കെ വായിച്ചേ. മേദ്യരും ഏലാമ്യരും മെസൊപ്പൊത്താമ്യയിലും യഹൂദയിലും കപ്പദോക്യയിലും പന്തോസിലും ആസ്യയിലും ഫ്രുഗ്യയിലും പംഫുല്യയിലും ഇസ്രയേലിലും കുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്തരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത്. പത്രോസ് അറബിക്കാരോട് അറബിയിലാ പ്രസംഗിച്ച്. ഹലോ, റോമാക്കാരോട് റോമിലാണ് പ്രസംഗിച്ച്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? യഹൂദന്മാരുടെ എബ്രായ ഭാഷയിലാണ് പ്രസംഗിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ 3000 പേരല്ല വന്ന്, തെറ്റിദ്ധരിക്കല്ലേ. 30,000 പേരേലും വന്ന് കാണും. വരുന്നവരുടെ എല്ലാം പേരെഴുതാനുള്ളതല്ല ഈ പുസ്തകം. ആ വന്നവരിൽ പത്രോസിന്റെ പ്രസംഗം കേട്ട് സ്നാനപ്പെട്ടവരുടെ പേരെവിടെ എഴുതിയേക്കുന്നത്.
ഇന്ന് രാത്രിയിൽ വന്നവരുടെ എല്ലാം പേരൊന്നും എഴുതത്തില്ല, വചനം അനുസരിക്കുന്നവന്റെ പേരെഴുതും. ഒരു സ്തോത്രം പറയണം. ഹല്ലേലൂയ. ദൈവം തൻ്റെ സഭയുടെ ഉദ്ഘാടനം നടത്തിയത് ഈ ഗലീലയിലാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ. ഹല്ലേലൂയ. ദൈവം ഇന്ന് രാത്രി ചിലരെ കണ്ടിട്ടുണ്ട്. അത് ഞാനായിരുന്നെങ്കിൽ, എൻ്റെ തലമുറയിൽ ഒന്നായിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന മാതാപിതാക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ച് ചരിത്രത്തെ മാറ്റിമറിക്കാൻ കഴിയുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദർശനത്തിന്റെ കലവറകൾ ഈ ഗലീലക്കാരനായ പത്രോസിന് ദൈവം തുറന്നു കൊടുത്തു. സ്വർഗത്തിന്റെ കലവറ ദൈവം അവനായി തുറന്നു കൊടുത്തു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, നീ ഒന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ ഗലീലയുടെ ചരിത്രം മാറിയതുപോലെ നിന്റെ ചരിത്രം മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇതിനകത്ത് എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? അജ്ഞാനികളെ കൊണ്ട്, ഓ ഹല്ലേലൂയ, അന്ധതമസും കൂരിരുട്ടുമുള്ള ദേശത്തെ ജനത്തെ കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ. ഇപ്പൊ പത്രോസ് പോകുമ്പോൾ, പൗലോസ് പോകുമ്പോൾ, യോഹന്നാൻ പോകുമ്പോൾ ജനം പറയുന്നത് ഇവരാരെന്നറിയാമോ? ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവർ. ഗലീലയിലെ വിദ്യാഭ്യാസമില്ലാത്തവരെ ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവരാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ദൈവ പൈതലേ, നിന്റെ മുമ്പിലെ സാധ്യതകൾ വലുതാ. വിശ്വസിക്കുന്നവരെ ദൈവത്തെ സ്തുതിക്കാവൂ. നിന്റെ മുമ്പിലെ സാധ്യതകൾ, നീ പഠിപ്പില്ലെന്നോ പത്രാസില്ലെന്നോ എന്ന് പറഞ്ഞിരിക്കരുത്, കഴിവില്ലെന്ന് പറയരുത്. ഇന്ന് രാത്രി വീശിക്കൊഴഞ്ഞവനെ, ഓ ഹല്ലേലൂയ, തകർന്ന് തരിപ്പണമായവരെ, മരണത്തിന്റെ താഴ്വരയിലുള്ളവരെ ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ എന്റെ യേശുവിന് കഴിയുമെങ്കിൽ വിശ്വസിക്കുന്നവര് മാത്രം കരമൊന്ന് ചേർത്തടിച്ച് ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ച് ഈ രാത്രി നിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു ചരിത്രത്തെ മാറ്റുന്ന അഭിഷേകം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ, സമയം ഓടിപ്പോകുന്നുണ്ടല്ലോ. ഇവിടെ ഇറാനെ തകർക്കാൻ നമ്മുടെ ട്രംപും നെതന്യാഹുവും കൂടെ പോയത് അവിടെ ബോംബുണ്ടെന്നും പറഞ്ഞ. ഹലോ, ഇപ്പൊ പുള്ളി പുലിവാലി പിടിച്ചോലായൊക്കെ എങ്ങനെ വിടണമെന്ന് അറിയാൻ വയ്യാതെ പുള്ളി വിഷമിക്കുക. അത് പോട്ടെ, നമ്മുടെ വിഷയമല്ല. പക്ഷേ അരാമ്യ ഭാഷ ശരിക്കറിയത്തില്ലാത്ത, രാവിലെ പറഞ്ഞ ഉപമ ഈ വിത്തിന്റെ ഉപമ പറഞ്ഞ എന്നാന്ന് ചോദിച്ച പുള്ളിക്കാരൻ പറയാണ്, മൂലപദാർത്ഥങ്ങൾ കത്തിയെരിയും, ആകാശം കുടിമുഴക്കത്തോടെ മാറിപ്പോവും, സൂര്യൻ കരിമ്പടം പോലെ കറുത്തുപോകും, ചന്ദ്രൻ രക്താംബരം പോലെ ചുമന്നു പോവും, ഭൂമിയും അതിലെ സകല പണികളും ബന്ധുപോവും. ഇതൊക്കെ പറഞ്ഞത് അരാമ്യ ഭാഷ പറയാൻ അറിയത്തില്ലാത്തവനാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ശാസ്ത്രം 100 വർഷമേ ഇത് കണ്ടുപിടിച്ചിട്ട്, എന്നാൽ 2000 വർഷം മുമ്പേ മീൻപിടുത്തക്കാരനായ സാധാരണക്കാരൻ പറഞ്ഞു മൂലപദാർത്ഥം കത്തിയിട് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി നിന്റെ തലച്ചോറിനെ ദൈവം തൊടാൻ പോകുകയാ, നിന്റെ ബുദ്ധി മണ്ഡലത്തെ ദൈവം തൊടാൻ പോകുകയാ. ഞാൻ ആത്മാവിനെ ദൂത് പറയുന്നത്, ഇതുവരെ നിഷ്ഫലമെന്ന് പറഞ്ഞ ചില മേഖലകളിൽ നിന്നെ പ്രയോജനമുള്ളവനാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗലീലയുടെ ചരിത്രം മാറിയതുപോലെ പൊടിയാറ്റുകളുടെ ചരിത്രം മാറ്റാൻ ഈ രാത്രി ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവര് മാത്രമേ കരമൊന്ന് ചേർത്തടിച്ച്, നിന്റെ കുടുംബത്തിന്റെ അഡ്രസ് മാറുന്ന രാത്രിയാ, നിന്റെ തലമുറയുടെ അഡ്രസ് മാറുന്ന രാത്രിയാ. ഓ റമന ജഗൽക്കനാഥ രവാളവ ശബ്ദനാഥ. അഭിഷേകമുള്ളവർ അന്യഭാഷയിൽ ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. അസാധാരണമായ ഒരു വലിയ ദൈവകൃപ. ഓ റികബബബബ ഷൈഡ രമന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു പെൺകുട്ടി മരിച്ചു. മരിച്ചപ്പോൾ സഹോദരിമാർ അറിഞ്ഞു. തൊട്ടടുത്ത ഗ്രാമത്തിൽ കൺവെൻഷനിൽ PC ചെറിയാനല്ല പത്രോസ് പ്രസംഗിക്കുന്നുണ്ട്. അല്ലേ പറഞ്ഞു. അവരാൾ വിട്ടു പറഞ്ഞു, പത്രോസെ നമ്മുടെ ഇന്നാര് മരിച്ചുപോയി. പത്രോസ് പെട്ടെന്ന് വന്നിട്ട് ആ കൊച്ചിനോട് പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു. ഉടനെ അവൾ എഴുന്നേറ്റു. ഹലോ, ശുശ്രൂഷയുടെ തലം മാറിയത് കണ്ടോ? 10 വിത്ത് വിതച്ചെന്റെ കാര്യം അറിയത്തില്ലാത്തോൻ അത്ഭുതങ്ങളുടെ, അതിശയങ്ങളുടെ, വീര്യപ്രവർത്തികളുടെ നായകനായി മാറിയെങ്കിൽ
നിനക്കത് കഴിയുമെന്ന് വിശ്വസിച്ച എത്ര പേരുണ്ട്? ഇന്ന് രാത്രി ഒരു നിയോഗം നിന്റെ മേൽ വീണാൽ, ഈ കൺവെൻഷന്റെ 3-ാമത്തെ രാത്രിയിൽ ഒരു നിയമനം നിന്റെ മേൽ വീണാൽ, ഹല്ലേലൂയ, ഒരു അഭിഷേകം നിന്റെ മേൽ വീണാൽ, നിന്നെ ഇന്ന് രാത്രിയിൽ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന, ഓ ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, ഡോക്ടറേറ്റ് ഒന്നും എനിക്കില്ലെങ്കിലും വെള്ളിയും പൊന്നും എനിക്കില്ലെങ്കിലും എൻ്റെ കയ്യിൽ ഒന്നുണ്ട്, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവരെ കെട്ടഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്റെ അധരം കൊണ്ട് പറയുന്ന വാക്കുകളെ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു യേശു ഇവിടെ ഉണ്ട്. ഓ, പ്രാർത്ഥിക്കാൻ പോകുകയാ. യേശു വരും, ഈ ദിവസങ്ങളിൽ വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ദിവസങ്ങളിൽ വരും. ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ളവർ നമ്മളാണ്, ഈ തലമുറ ജീവിക്കുന്നവർ. കർത്താവിൻ്റെ വരവ് നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചൊരു തലമുറയാണ്. ഒരല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വരുന്നത് ഇവിടുത്തെ കുറേ സംഘടനക്കാരെ കൊണ്ടുപോകാനല്ല. കർത്താവ് വരുന്നത് ഒരു നിർമ്മല കന്യയെ കൊണ്ടുപോകാനാണ്. കറ, ചുളുക്കം, വാട്ടം, മാലിന്യമൊന്നുമില്ലാത്ത നിർമ്മലയായ ഒരു കന്യകയെ കൊണ്ടുപോകാൻ യേശു വരികയാണ്. ഹല്ലേലൂയ. പൗലോസിന്റെ ഉലകത്തിൽ ആരെയും പേടിയില്ലായിരുന്നു. ആകെ പേടിയുണ്ടായിരുന്ന ഒരൊറ്റ കാര്യം, പാമ്പ് കടിച്ചാൽ പുള്ളിയെ കൊണ്ട് കൊടയത്തേ ഉള്ളൂ. കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടാൽ പുള്ളി പുസ്തകം എഴുതും. പുസ്തകം എഴുതാൻ പേന കിട്ടിയില്ലെങ്കിൽ പുള്ളി ഒറ്റ ആരാധന അടിത്തറ ഇളക്കും. സ്തോത്രം. വെളിവിട്ടാൽ പുള്ളി പരസ്യവും നടത്തും. പുള്ളിക്കൊരു പേടിയില്ല. അഗ്രിപ്പാവിനെ കണ്ടാൽ പറയും നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണം. ഫെലിസിനെ കണ്ടാൽ പറയും നീ ഗുണപ്പെടണം. രാജാക്കന്മാരെ പേടിയില്ല. ഇനി 14 ദിവസം സൂര്യനെ കാണാതെ കടലിൽ കിടന്നാലും പുള്ളിക്ക് പേടിയില്ല. ഒരല്ലിയ പറയണം. പുള്ളി ആകെ പേടിച്ചത്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായിട്ട് ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ ഉപായത്താൽ സർപ്പം ഹവ്വയെ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ പൗലോസ് ആകെ ഭയപ്പെട്ട സഭ കൃപയെന്ന് പോകുമെന്ന്. ഹല്ലേലൂയ. നിന്റെ ഉള്ളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് യേശുവാണോ? സഭകളിൽ നിറഞ്ഞു നിൽക്കുന്നത് യേശുവാണോ? ഹല്ലേലൂയ. യേശുവില്ലാത്ത സഭായോഗം അല്ല കേട്ടോ. യേശുവില്ലാത്ത ആരാധനയല്ല കേട്ടോ. നീ ജീവിതകാലം മുഴുവൻ ദാവീദും കരടിയും സിംഹവും ഊരിയാവും പെണ്ണും പിള്ളയുമായിട്ട് പോകരുത്. നീ ജീവിതത്തിൽ യേശുവിനെ ഒന്ന് അംഗീകരിച്ച്, ഈ പെസഹായുടെ രാത്രി നിനക്ക് വേണ്ടി മറുവിലയാഗമായ യേശുവിനെ അംഗീകരിച്ച് നിന്റെ വീടിനകത്ത് യേശു നിറഞ്ഞു നിൽക്കട്ടെ. നിന്റെ ഹൃദയത്തിൽ യേശു നിറഞ്ഞു നിൽക്കട്ടെ. നിന്റെ സഭയിൽ യേശു നിറഞ്ഞു നിൽക്കട്ടെ. ബാക്കിയെല്ലാം മാറ്റിവെച്ചിട്ട് ഒരു നിർമ്മല കന്യകയാകാൻ കൊതിക്കുന്നവർ മാത്രം ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആ കരമുയർത്തി ഒന്ന് എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ. ജീസസ്. ഒരു വിശുദ്ധ സഭയെ അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധരായിരിക്കാൻ, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മൾ നിർമ്മലരായിരിക്കാൻ ഒന്ന് പ്രാർത്ഥിച്ചേ. അക്കരങ്ങൾ രണ്ടും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇതിനകത്ത് ഞാൻ പ്രവാചകന്മാരെ കാണുന്നു. ഇതിൽ വെളിപ്പാടുള്ളവരെ കാണുന്നു, ദർശനമുള്ളവരെ കാണുന്നു. ഈ തലമുറയിൽ കർത്താവ് ഉപയോഗിക്കാനുള്ള ചിലരെ ഞാൻ ഈ രാത്രി കാണുന്നു. അത് ഞാനായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവര് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഇന്ന് രാത്രിയിൽ തേജസ്സേറിയ ഒരു അഭിഷേകത്തിന്റെ പകർച്ച ഈ പന്തലിൽ ദൈവം പകരുകയാണ്. ഹല്ലേലൂയ. യേഹൂവിന്റെ മേൽ അഭിഷേക തൈലം വീണതുപോലെ ഇന്ന് രാത്രി ചിലരുടെ മേൽ ആ അഭിഷേക തൈലം വീഴുകയാ. നിന്റെ പേര് മാറുന്ന രാത്രിയാ, നിന്റെ അഡ്രസ് മാറുന്ന രാത്രിയാ, നിന്റെ കുടുംബത്തിന്റെ മേലെഴുത്ത് മാറുന്ന രാത്രിയാ. ഓ, വിശ്വസിക്കുന്നവര് മാത്രമേ കരമൊന്നടിച്ച് നമ്മുടെ ആരാധനകളിൽ യേശുവിന്റെ മഹത്വം ഇറങ്ങട്ടെ. നമ്മുടെ ഭവനങ്ങളിൽ യേശുവിന്റെ മഹത്വം ഇറങ്ങട്ടെ. ഇന്ന് രാത്രി വെറും കൈയോടെ ആരും മടങ്ങരുത്. ആ അധികാര താക്കോൽ കയ്യിലേറ്റുകൊണ്ട് മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ശക്തി. ഓ റിഗലമന ശൈഡരാധരാധര
ഹല്ലേലൂയ. അഭിഷക്തന്മാരുടെ അഭിഷേകത്തിന്മേൽ ഇന്ന് രാത്രി ഒരു ചലനാത്മകമായ മാറ്റമുണ്ടാകട്ടെ. പുതിയൊരു നിയോഗം അഭിഷക്തന്മാരുടെ മേൽ ഇറങ്ങി വെളിപ്പെടട്ടെ. ഓ റബ ലമന രഗൽക്കനാഥ രാജന. വിശ്വസിക്കുന്നവർ മാത്രം അല്പനിമിഷം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ.